السلام عليكم ورحمة الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ഹസ്രത്ത് ആയിഷ റളിയല്ലാഹു തആല അൻഹയിൽ നിന്ന് ഒരു നിവേദനം ഇപ്രകാരം രേഖപ്പെട്ട് കിടക്കുന്നു: ഏതൊരു മയ്യത്തിന്റെ ജനാസയാണോ 100 മുസ്ലിങ്ങൾ നമസ്കരിക്കുകയും അവരെല്ലാവരും തന്നെ അദ്ദേഹത്തിന്റെ പാപപൂർത്തിക്ക് വേണ്ടി അർത്ഥിക്കുകയും ചെയ്യുകയാണ് എങ്കിൽ അവരുടെ ശുപാർശ സ്വീകരിക്കപ്പെടുന്നതാണ്. മറ്റൊരു നിവേദനം ഇപ്രകാരം ഉണ്ട്: ഒരു ജനാസ വന്നപ്പോൾ ആളുകൾ അദ്ദേഹത്തെക്കുറിച്ച് പ്രശംസിച്ചു പറയാൻ തുടങ്ങി. അപ്പോൾ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദേഹത്തിന് സ്വർഗം നിർബന്ധമാക്കപ്പെട്ടു. ഇന്ന് ഞാൻ വിചാരിച്ചത് എനിക്ക് 2 ജനാസകൾ നമസ്കരിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ജനാസയെക്കുറിച്ചും ഖബറടക്കത്തെക്കുറിച്ചും ഹദീസും ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഉദ്ധരണികളും ഫിഖി പരമായ കാര്യങ്ങളും കേൾപ്പിക്കാം എന്നാണ്. പിന്നീട് മർഹൂമീങ്ങളെ കുറിച്ച് സ്മരിക്കാം. എന്നാൽ ഇന്ന് അതനുസരിച്ച് ഹദീസുകളും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഹദീസുകളും ഉദ്ധരണികളും വിവരിക്കുക എന്നത് സാധ്യമല്ല. കാരണം ഏതൊരു ദീനീ സേവകനെ കുറിച്ചാണോ ആത്മാർത്ഥതയോടുകൂടി വഖഫ് പൂർത്തിയാക്കിയ ആളെക്കുറിച്ച്, ഖിലാഫത്തിനെ അനുസരിക്കുന്ന ആളെക്കുറിച്ച് സ്മരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അദ്ദേഹത്തിന്റെ ജനാസ ഗായിബുൻ ഞാൻ നമസ്കരിപ്പിക്കുന്നതാണ്. അദ്ദേഹത്തെക്കുറിച്ച് ഇത്രയധികം കാര്യങ്ങൾ സമാഹരിക്കപ്പെട്ടിരിക്കുന്നു. അത് ആളുകൾ അയച്ചു തന്നിട്ടുള്ളതാണ്. അത് തന്നെ വിവരിക്കുക എന്നത് പ്രയാസകരമാണ്. അതിൽ നിന്നു തന്നെ ഞാൻ 5ൽ 1 ഭാഗം മാത്രമാണ് എടുത്തിട്ടുള്ളത്. അത് എടുത്തതിൽ നിന്നും പൂർണ്ണമായും ഒരുപക്ഷെ എനിക്ക് വിവരിക്കാൻ സാധിക്കുകയില്ല. ഈ സംഭവങ്ങൾ അതിന്റെ നിലയിൽ തന്നെ ഒരു വഖഫെ സിന്ദഗിയെ സംബന്ധിച്ചും അതുപോലെ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കുടുംബത്തിലെ അംഗങ്ങളെ സംബന്ധിച്ചും ഭാരവാഹികളെ സംബന്ധിച്ചും ജമാഅത്ത് അംഗങ്ങളെ സംബന്ധിച്ചും പല നിലക്കും മാർഗദർശനം നൽകുന്നതും അനുകരണയോഗ്യവും ആണ്. നിങ്ങൾക്കെല്ലാം അറിയാവുന്നതുപോലെ കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട സാഹിബ്സാദ മിർസ ഗുലാം മുഹമ്മദ് സാഹിബ് ഹസ്രത്ത് സാഹിബ്സാദ മിർസ അസീസ് അഹമ്മദ് സാഹിബിന്റെ മകൻ മരണപ്പെട്ടു. 78ാമത്തെ വയസ്സിൽ. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അദ്ദേഹത്തിന്റെ മരണം പെട്ടെന്നുള്ള
ഹൃദയസ്തംഭനം മൂലം ആണ് ഉണ്ടായത്. അദ്ദേഹത്തിന് ഹൃദയ സംബന്ധമായ പ്രശ്നം ഒരു ദീർഘകാലമായി ഉണ്ടായിരുന്നു. എന്നാലും ഹൃദയസ്തംഭനം പെട്ടെന്നുണ്ടായി. അത് കാരണം വീട്ടിൽ വെച്ച് തന്നെ മരണപ്പെടുകയും ചെയ്തു. ബഹുമാനപ്പെട്ട മിർസ ഗുലാം മുഹമ്മദ് സാഹിബ് ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പൗത്രനായിരുന്നു. ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഏറ്റവും മൂത്ത മകനായ ഹദ്രത്ത് മിർസ സുൽത്താൻ അഹമ്മദ് സാഹിബിന്റെ പൗത്രൻ ആയിരുന്നു. ഹദ്രത്ത് മിർസ അസീസ് അഹമ്മദ് സാഹിബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മകൻ ആയിരുന്നു. ഹദ്രത്ത് മീർ മുഹമ്മദ് ഇസ്ഹാഖ് സാഹിബിന്റെ മകളുടെ മകനും ആയിരുന്നു. എന്റെ സഹോദരി ഭർത്താവും ആയിരുന്നു. ഇദ്ദേഹത്തിന്റെ മാതാവ് സാഹിബ്സാദി നസീറ ബേഗം ഹദ്രത്ത് മീർ മുഹമ്മദ് ഇസ്ഹാഖ് സാഹിബിന്റെ ഏറ്റവും മൂത്ത മകളായിരുന്നു. ഈ എല്ലാ ബന്ധങ്ങളും ഇത്രമാത്രം പരാമർശിക്കപ്പെടേണ്ടതല്ല. യഥാർത്ഥത്തിൽ ഈ ബന്ധങ്ങളെ പരാമർശിക്കപ്പെടാൻ യോഗ്യമാക്കി തീർക്കുന്നത് അദ്ദേഹത്തിന്റെ ഗുണങ്ങൾ ആണ്. അത് ഞാൻ വിവരിക്കുന്നതാണ്. ദീനി സേവകനായിരുന്നു. വഖഫെ സിന്ദഗി ആയിരുന്നു. ഈ ദിവസങ്ങളിൽ ബലഹീനതകൾ ഉണ്ടായിരുന്നിട്ടും രോഗിയായിരുന്നിട്ടും മൂത്ത സഹോദരന്റെ മരണം നടന്നിരുന്നു. അതിന്റെ സ്വാധീനവും ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ ഞാൻ നാസിറെ ആലയായി നിശ്ചയിച്ചപ്പോൾ എല്ലാ കടമകളും വളരെ ഉന്നതമായ നിലയിൽ നിർവഹിച്ചു. ഓഫീസിൽ വന്നു. അതുപോലെ തന്നെ ഫംഗ്ഷനുകളിലും പങ്കെടുത്തുകൊണ്ടിരുന്നു. ഒരു ദിവസം മുമ്പ് മദ്രസത്തുൽ ഹിഫ്സിന്റെ ഫംഗ്ഷൻ ആയിരുന്നു. വിജയം കരസ്ഥമാക്കിയ ഹാഫിലിങ്ങൾക്ക് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യണമായിരുന്നു. അവിടെ പങ്കെടുത്തു. വൈകുന്നേരം ഖുദ്ദാമുൽ അഹമ്മദിയയുടെ പരിപാടിയിൽ പങ്കെടുത്തു. മരിച്ച ദിവസവും രാവിലെ അനേകം പേരുടെ വീടുകളിൽ പോയി രോഗികളെ സന്ദർശിച്ചു. അതുപോലെ തന്നെ 5 നേര നമസ്കാരവും മസ്ജിദ് മുബാറക്കിൽ പോയി അനുഷ്ഠിച്ചു. ഇദ്ദേഹത്തിന്റെ വഖഫെ സിന്ദഗി എന്ന നിലയിലുള്ള ജീവിതത്തിന്റെ ആരംഭം 1962 മെയ്യിൽ ആണ്. അദ്ദേഹം MA പൊളിറ്റിക്കൽ സയൻസ് ഗവൺമെന്റ് കോളേജ് ലാഹോറിൽ നിന്ന് ചെയ്തു. അതിനുശേഷം ഇദ്ദേഹം പബ്ലിക് സർവീസ് കമ്മീഷന്റെ പരീക്ഷ എഴുതി. PCSന്റെ അതിൽ വിജയിച്ചു. വളരെ നല്ല നിലയിൽ വിജയിച്ചു. എന്നല്ല എന്നോട് അദ്ദേഹം സ്വയം പറഞ്ഞിരുന്നു. ഞാൻ ഈ പരീക്ഷ എഴുതാനുള്ള കാരണം ആളുകൾ പറയുമായിരുന്നു, വളരെ പ്രയാസകരമായ പരീക്ഷയാണ്, വിജയം വളരെ ബുദ്ധിമുട്ടി മാത്രമേ നേടാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ഭൗതികമായ നിലയിലും ഞാൻ വിജയം കരസ്ഥമാക്കിയതിനു ശേഷം വഖഫ് ചെയ്യുന്നതിനു വേണ്ടി. കാരണം ആരും ഇങ്ങനെ പറയാതിരിക്കുകയും മറ്റെവിടെയും സ്ഥലം കിട്ടിയില്ല, അതുകൊണ്ട് ഇവിടെ വന്നു എന്ന്. ആ വിജയം ലഭിച്ചിട്ടും ഗവൺമെന്റ് ജോലി ചെയ്തില്ല, പബ്ലിക് സർവീസിൽ പോയില്ല, ജീവിതം വഖഫ് ചെയ്തു. ഞാൻ പറഞ്ഞതുപോലെ 1962 ഇദ്ദേഹം ജീവിതം വഖഫ് ചെയ്തു. പിന്നീട് ഇദ്ദേഹത്തെ ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് സാനി മാനേജിംഗ് എഡിറ്റർ, റിവ്യൂ ഓഫ് റിലീജിയൻ റബുവ ആയി സേവനം ഏൽപ്പിച്ചു. ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് സാനി ഇതുകൂടി ഇദ്ദേഹത്തോട് പറഞ്ഞിരുന്നു, ഭൗതിക വിദ്യാഭ്യാസം നീ കരസ്ഥമാക്കിയതോടൊപ്പം ദീനി വിദ്യാഭ്യാസം കരസ്ഥമാക്കുക. അങ്ങനെ ഹദ്റത്ത് സയ്യദ് മീർ ദാവൂദ് അഹമ്മദ് സാഹിബ് അദ്ദേഹത്തിൽ നിന്ന് ഹദീസും ദീനി അറിവും അദ്ദേഹം കരസ്ഥമാക്കി. ഹദ്റത്ത് മീർ ദാവൂദ് അഹമ്മദ് സാഹിബ് റിവ്യൂ ഓഫ് റിലീജിയന്റെ എഡിറ്ററായിരുന്നു. ബന്ധത്തിൽ ഇദ്ദേഹത്തിന്റെ അമ്മാവനും ആയിരുന്നു. ഇദ്ദേഹത്തിന്റെ ആദ്യത്തെ പേര് മിർസ സയ്യിദ് അഹമ്മദ് എന്നായിരുന്നു. പിന്നീട് ഹദ്റത്ത് മുസ്ലിം മൗഊദ് ഇദ്ദേഹത്തിന്റെ പേര് മിർസ ഗുലാം അഹമ്മദ് എന്ന് ഇദ്ദേഹത്തിന്റെ മാതാവിന്റെ അപേക്ഷ അനുസരിച്ച് വെക്കുകയായിരുന്നു. അവർ സീറത്തുൽ മഹദിയിൽ ഒരു സംഭവം വായിച്ചിരുന്നു, അതുകൊണ്ട് അവരുടെ ചിന്തയായിരുന്നു പേര് മിർസ സയ്യിദ് അഹമ്മദ് എന്ന് വെക്കേണ്ടതില്ല. മിർസ സയ്യിദ് അഹമ്മദ് ഇദ്ദേഹത്തിന്റെ ആദ്യ മാതാവിൽ നിന്നുള്ള സഹോദരനായിരുന്നു. അദ്ദേഹം യുവത്വത്തിൽ മരണപ്പെട്ടു. ഇവിടെ UK വന്ന് പഠിക്കുകയും ചെയ്തിരുന്നു. മിർസ മുസഫർ അഹമ്മദ് സാഹിബിന്റെയും മറ്റും ക്ലാസ് ഫെല്ലോ ആയിരുന്നു.
ഹദ്റത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു തആല അൻഹുവിനോട് അവർ ഇതുകൂടി പറഞ്ഞു, ഈ പേര് മാറ്റുകയാണെങ്കിൽ ഹദ്റത്ത് മിർസ അസീസ് അഹമ്മദ് സാഹിബിന് ദുഃഖം ഉണ്ടാകും. അതുകൊണ്ട് അദ്ദേഹത്തിനും ഒരു സമാധാനം വേണം. ഹദ്റത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അപ്പോൾ നാം അത്തരത്തിലുള്ള ഒരു പേര് വെക്കാം. അത് കാരണം അദ്ദേഹത്തിന്റെ പിതാവിനും ഒരു പ്രയാസവും ഉണ്ടാകാതിരിക്കട്ടെ. എന്നിട്ട് അദ്ദേഹം മിർസ ഗുലാം മുഹമ്മദ് എന്ന പേര് വെച്ചു. അതോടൊപ്പം തന്നെ ഹദ്റത്ത് മുസ്ലിം മൗദ് ഇതുകൂടി പറഞ്ഞു, നാം ഇവനെ അഹമ്മദ് എന്ന് വിളിക്കുന്നതായിരിക്കും. കാരണം ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം മരണപ്പെട്ട് അധികം കാലം കഴിഞ്ഞിട്ടില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഗുലാം മുഹമ്മദ് എന്ന് പേര് വിളിക്കുക വളരെയധികം പ്രയാസകരമാണ്. ആയിരത്തി 1964 എന്റെ സഹോദരനുമായി ഇദ്ദേഹത്തിന്റെ നിക്കാഹ് നടന്നു. മൗലാന ജലാലുദ്ദീൻ സാബ് ഷംസാണ് നിക്കാഹ് നടത്തിയത്. ആ ദിവസങ്ങളിൽ അത് ഖലീഫത്തുൽ മസീഹ് സാനി രോഗിയായിരുന്നു. ഇദ്ദേഹത്തിന് 3 ആൺമക്കളും 2 പെൺമക്കളും ഉണ്ട്. 2 ആൺമക്കൾ വഖഫ് സിന്ദഗിയാണ്. മിർസ ഫസൽ അഹമ്മദ് നാസിർ താലീം ആണ്. മിർസ നാസിർ ഇവിടെ UK ജാമിയയുടെ പ്രിൻസിപ്പൽ ആണ്. മിർസ എഹ്സാൻ അഹമ്മദ് അമേരിക്കയിലാണ്, ഭൗതിക ജോലിയാണ്. എന്നിരുന്നാലും അവിടെ ജമാഅത്തിന് സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നു. നാഷണൽ മജ്ലിസെ ആമിലയിൽ സെക്രട്ടറി മാൽ ആണ്. അതുപോലെ തന്നെ അഫ്സർ ജൽസാഗാഹുമാണ്. ഇദ്ദേഹത്തിന്റെ മകൾ ഒരാൾ അമത്തുൽ വഹീദ് ആണ്. രണ്ടാമത്തെ ആൾ അമത്തുൽ അലി സുഹറ ആണ്. ഇവർ മീർ മഹമ്മൂദ് അഹമ്മദ് സാഹിബ് ഇബ്നു മീർ മസൂദ് അഹമ്മദ് സാഹിബിന്റെ ഭാര്യയാണ്. അദ്ദേഹവും വഖഫ് സിന്ദഗിയാണ്. ഇപ്പോൾ നാസിർ സിഹത്ത് ആണ്. മിർസ ഗുലാം അഹമ്മദ് സാഹിബിന്റെ സേവനങ്ങൾ നാസിർ താലീമായി അദ്ദേഹം സേവനം ചെയ്തു. അഡീഷണൽ നാസിർ ഇസ്ലാഹ് ഇർഷാദ് മക്കാമി ആയി സേവനം ചെയ്തു. അനേകം വർഷം നാസിർ ദീവാനായി സേവനം ചെയ്തു. എന്നല്ല, നാസിറെ ആല ആകുന്നതുവരെ ഇദ്ദേഹം നാസിർ ദീവാൻ ആയിരുന്നു. 96 മുതൽ 1918 വരെ. അതുപോലെ തന്നെ സദർ മജ്ലിസ് കാർ പർദാസ് ആയിരുന്നു 2012 മുതൽ 2018 വരെ. പിന്നീട് മിർസ ഖുർഷീദ് അഹമ്മദ് സാഹിബിന്റെ മരണത്തിന് ശേഷം ഞാൻ ഇദ്ദേഹത്തെ നാസിറെ ആലായും അമീർ മക്കാമിയായും സദർ സദൻജുമൻ അഹമ്മദിയ ആയും ഈ സേവനത്തിൽ നിയുക്തനായിരുന്നു. ഇതിനു മുമ്പും ഖിലാഫത്തെ റാബിയയിലും പല പ്രാവശ്യം ഇദ്ദേഹത്തെ ആക്ടിംഗ് നാസിർ ആല ആയും ആക്ടിംഗ് അമീർ മക്കാമി ആകാനും തൗഫീഖ് ലഭിച്ചു. അതുപോലെ തന്നെ മജ്ലിസ് വഖഫെ ജദീദിന്റെ മെമ്പറായിരുന്നു. 2016 മുതൽ 18 വരെ സദർ മജ്ലിസ് വഖഫെ ജദീദും ആയിരുന്നു. അൻസാറുല്ലായിൽ വിവിധ ഖയാദത്തുകൾ ഇദ്ദേഹത്തെ ഏൽപ്പിക്കപ്പെട്ടു. ആമിലയിൽ ഉണ്ടായിരുന്നു. പിന്നീട് നായിബ് സദർ സഫെ ദോം ആയിരുന്നു. പിന്നീട് നായിബ് സദറായി. പിന്നീട് സദർ അൻസാറുല്ല. 2004 മുതൽ 2009 വരെ സദർ അൻസാറുല്ല പാകിസ്ഥാൻ ആയി സേവനം ചെയ്യാൻ തൗഫീഖ് ലഭിച്ചു. ഖുദ്ദാമുൽ അഹമ്മദിയയിൽ മുഅ്തമിദായി വിവിധ വർഷങ്ങളിൽ സേവനം ചെയ്തു. പിന്നീട് നായിബ് സദർ ഖുദ്ദാമുൽ അഹമ്മദിയ മർക്കസിയായി. അതിനുശേഷം സദർ ഖുദ്ദാമുൽ അഹമ്മദിയ മർക്കസിയായി 75 മുതൽ 79 വരെ. മീർ ദാവൂദ് അഹമ്മദ് സാഹിബിന് ശേഷം എഡിറ്റർ റിവ്യൂ ഓഫ് റിലീജിയൻ ആയിരുന്നു. അതിർത്ത് ഖലീഫത്തുൽ മസീഹ് സാലിസിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയായി ഇദ്ദേഹം സേവനം ചെയ്തു. ഖിലാഫത്ത് ലൈബ്രറി കമ്മിറ്റിയുടെ സദർ ആയിരുന്നു. ബുയൂത്തുൽ ഹംദ് സൊസൈറ്റി റബുവയുടെ സദർ ആയിരുന്നു. ഫസ്ലെ ഉമർ ഫൗണ്ടേഷന്റെ ഡയറക്ടർ ആയിരുന്നു. അതുപോലെ തന്നെ ജൽസ സാലാനയിൽ ഇദ്ദേഹത്തിന് അനേകം വർഷം സേവനം ചെയ്യാൻ തൗഫീഖ് ലഭിച്ചു. ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരുന്നു. ഏതുവരെ റബോയിൽ ജൽസ നടന്നുവോ നായിബ് അഫ്സർ ജൽസ സാലാന ആയിക്കൊണ്ടും നാസിം മെഹനത്ത് ആയിക്കൊണ്ടും. നാസിം മെഹനത്തിന് ജോലി വളരെയധികം അധ്വാനം ഉള്ളതാണ്. അത്തരം തൊഴിലാളികളുമായി ബന്ധപ്പെടേണ്ടതായി വരും. അവർ അനഹമ്മദികളായിരിക്കും. റൊട്ടി പാചകം ചെയ്യുന്ന ജോലിക്കാർ, അതുപോലെ ആട്ട കുഴക്കുന്നവർ, അവർ തല തിരിഞ്ഞവരായിരിക്കും. അവരെ ശരിയായ നിലയിൽ നിയന്ത്രിക്കുക അത് ജൽസയുടെ ഒരു വലിയ ജോലിയാണ്.
അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഇദ്ദേഹത്തിന് വളരെ ഉന്നതമായ നിലയിൽ ഈ സേവനം ചെയ്യാൻ സൗഭാഗ്യം ലഭിച്ചു. തബറുക്കാത്ത് കമ്മിറ്റിയുടെ സദറായിരുന്നു. രജിസ്റ്റർ റിവായാത്ത് സഹാബ ഹദ്റത്ത് മസീഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കമ്മിറ്റിയുടെ മെമ്പറായിരുന്നു. മജ്ലിസ് ഇഫ്തായുടെ മെമ്പറായിരുന്നു. താരിഖെ അഹമ്മദിയത്ത് കമ്മിറ്റിയുടെ മെമ്പറായിരുന്നു. സെക്രട്ടറി ഖിലാഫത്ത് കമ്മിറ്റി ആയിരുന്നു. നിഗ്രാൻ മാനേജിംഗ് ഡയറക്ടർ ഷിർക്കത്തുൽ ഇസ്ലാമിയയും ആയിട്ടുണ്ട്. നസാറത്തിനോടൊപ്പം ഒരുപാട് കമ്മിറ്റികളുടെ ഉത്തരവാദിത്വങ്ങളും ഇദ്ദേഹത്തെ ഏൽപ്പിക്കപ്പെട്ടിരുന്നു. 1989 ഇദ്ദേഹത്തിനും മിർസ ഖുർഷിദ് അഹമ്മദ് സാഹിബിനും അഞ്ജുമന്റെ മറ്റു രണ്ടു ഉദ്യോഗസ്ഥർക്കും 298 സിയുടെ അടിസ്ഥാനത്തിൽ ഏതാനും ദിവസം അസീറാനെ രാഹെ മൗല ആകുന്നതിനുള്ള ഭാഗ്യം ലഭിച്ചു. 2010 മെയ് 28 ലാഹോറിലുണ്ടായ സംഭവത്തിൽ അവിടെ അഹമ്മദികളുടെ ഒരുപാട് ഷഹാദത്തുകൾ നടന്നു. അവിടെ അപ്പോൾ നാസ്രാല അയച്ച സംഘം ലാഹോറിലേക്ക് പെട്ടെന്ന് ലാഹോർ ജമാഅത്തിനെ സമാധാനിപ്പിക്കുന്നതിനും ശുഹദാക്കളുടെ കുടുംബത്തെ കാണുന്നതിനും വേണ്ടി അയച്ചത് രോഗികളെ നോക്കുന്നതിനു വേണ്ടി ആ സംഘത്തിന്റെ അമീർ മിർസ ഗുലാം മുഹമ്മദ് സാഹിബായിരുന്നു. ശുഹദാക്കളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇദ്ദേഹം ലാഹോറിലെത്തിയിരുന്നു. അതിനുശേഷം ഏകദേശം 2 ആഴ്ച വരെ അദ്ദേഹം അവിടെ ലാഹോറിൽ താമസിച്ചു. ലാഹോറിലെ സംവിധാനത്തിന്റെ മേൽനോട്ടം സ്വയം വഹിച്ചു. ദാറുൽ സിക്റിൽ ഈ സംഘം പോയി വളരെ ദീർഘദൃഷ്ടിയോടും അധ്വാനത്തോടും കൂടി അദ്ദേഹം മുഴുവൻ ജോലിയും ചെയ്തു. പരിക്ക് പറ്റിയവരുടെ ചികിത്സയുടെ മേൽനോട്ടവും വഹിച്ചു. ശുഹദാക്കളുടെ കുടുംബങ്ങളിലും പോയി. ദാറുൽ സിക്റിൽ അന്നേ ദിവസം തന്നെ ആമില യോഗം വിളിപ്പിച്ചു. അവിടെ പുതിയ അമീറിനെ പ്രഖ്യാപിച്ചു. മഗ്രിബ് ഇഷായുടെ നമസ്കാരം അദ്ദേഹം അവിടെ വെച്ച് തന്നെ നമസ്കരിപ്പിച്ചു. ആളുകൾക്ക് ധൈര്യമുണ്ടാകുന്നതിനു വേണ്ടി സംഭവത്തിന് ശേഷം പള്ളി ശൂന്യമാക്കി നൽകരുത്. ഇദ്ദേഹം ഹോസ്പിറ്റലിലായിരുന്നപ്പോൾ രോഗികളെ അന്വേഷിക്കാനായി ചെന്നു. അപ്പോൾ അന്നത്തെ ഗവർണർ സൽമാൻ തസീർ സാഹിബ് അവിടെ വന്നു. അദ്ദേഹം അനുശോചനം രേഖപ്പെടുത്തി. മിർസ ഗുലാം മുഹമ്മദ് സാഹിബ് അദ്ദേഹത്തിന്റെ ശ്രദ്ധയെ ഈ ഭാഗത്തേക്ക് തിരിച്ചു. ആക്രമണം ഉണ്ടാകാനുള്ള കാരണം അഹമ്മദിയ ജമാഅത്തിനെതിരിൽ വെറുപ്പുണ്ടാക്കുന്ന കാര്യങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു ഗവർണർ എന്ന നിലയിൽ താങ്കളുടെ കടമയാണ് ഈ കാര്യത്തിലേക്ക് ശ്രദ്ധിക്കുക എന്നത്. അതുപോലെ തന്നെ സംസ്ഥാന മന്ത്രി, അദ്ദേഹം ന്യൂനപക്ഷകാര മന്ത്രിയായിരുന്നു, ജാവേദ് മൈക്കിൾ സാഹിബ്, അദ്ദേഹവും അനുശോചനത്തിനായി വന്നു. അവിടെയും അദ്ദേഹം വളരെ ധൈര്യത്തോടുകൂടി മന്ത്രിയോട് പറഞ്ഞു, താങ്കൾ അനുശോചനത്തിനു വേണ്ടി വന്നിരിക്കുന്നു, ഇതിനായി ഞങ്ങൾ താങ്കൾക്ക് നന്ദിയുള്ളവരാണ്. എന്നാൽ ഈ കാര്യം ഓർത്തിരിക്കുക, ഞങ്ങൾ സ്വയം ഞങ്ങളെ ന്യൂനപക്ഷമായി വിശ്വസിക്കുന്നില്ല, ഞങ്ങൾ മുസ്ലിങ്ങളാണ്. അപ്പോൾ മന്ത്രി പറഞ്ഞു, യഥാർത്ഥത്തിൽ ഞാൻ മനുഷ്യാവകാശങ്ങളുടെ മന്ത്രിയാണ്, അതുകൊണ്ടുകൂടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. അദ്ദേഹത്തോട് പറഞ്ഞു, താങ്കൾ ഇതിനായി ശബ്ദമുയർത്തണം. ജമാഅത്തിനെതിരെയുള്ള പ്രവർത്തനം അത് ഭരണകൂടം നിർത്തലാക്കേണ്ടതാണ്. ഏതായിരുന്നാലും ഈ കാര്യം അവരെ അവരുടെ കടമയിലേക്ക് ശ്രദ്ധ തിരിപ്പിക്കുകയാണ് ചെയ്തത്. യഥാർത്ഥത്തിൽ നമ്മുടെ ദൃഷ്ടി എല്ലായ്പ്പോഴും അള്ളാഹുവിന്റെ മേൽ തന്നെയാണ്. അവനാണ് ഈ അവസ്ഥകളെ ശരിയാക്കി നൽകേണ്ടത്. ഇൻഷാ അള്ളാഹ് 27-30 മെയ്യിൽ അവിടെ അദ്ദേഹം പ്രസ് കോൺഫറൻസും നടത്തി. അത് ജൂൺ 2 എക്സ്പ്രസ് ന്യൂസിന്റെ ലൈവ് പരിപാടിയിൽ പോയിന്റ് ബ്ലാങ്കിൽ രാത്രി 11 മണി മുതൽ 12 വരെ പങ്കെടുത്തു. സ്വിസ് നാഷണൽ ടിവി, BBC, അതുപോലെ തന്നെ മറ്റ് സർവീസുകൾ, വോയിസ് ഓഫ് അമേരിക്ക, സഹാറ ടിവി, ചാനൽ 5, ദുനിയ ടിവി മുതലായവയിലേക്ക് ഇന്റർവ്യൂ നൽകി. ഏതായിരുന്നാലും ഈ സംഘം ജൂൺ 12 വരെ അവിടെ നിന്നു. പിന്നീട് തിരിച്ചു വന്നു. അതിൽ അദ്ദേഹം വളരെ വ്യക്തമായ നിലയിൽ പറഞ്ഞിരുന്നു, ഞങ്ങൾ മുസ്ലിങ്ങളാണ്, ഞങ്ങളിൽ നിന്ന് ആർക്കും തന്നെ ഞങ്ങൾ മുസ്ലിങ്ങൾ ആണ് എന്ന കാര്യം പിടിച്ചു വാങ്ങാൻ സാധ്യമല്ല. ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് റാബി തന്റെ ഒരു ഖുതുബയിൽ തന്റെ ഒരു സ്വപ്നം കേൾപ്പിച്ചിരുന്നു. അതിൽ അവിടുന്ന് പറഞ്ഞു, ഇദ്ദേഹത്തിന്റെ
പരാമർശം അതിൽ നടത്തിയത് ഇപ്രകാരമായിരുന്നു. ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് റാബി പറയുന്നു, ഞാൻ ചിന്തിക്കുകയായിരുന്നു എനിക്കെന്റെ തിരക്കുകൾ അല്പം വർദ്ധിപ്പിക്കണം. അപ്പോൾ രാത്രി സ്വപ്നത്തിൽ മിയ അഹമ്മദിനെ കണ്ടു, മിർസ ഗുലാം മുഹമ്മദ് സാഹിബിനെ. അദ്ദേഹം എപ്പോഴും തന്നെ വളരെ നല്ല അഭിപ്രായം നൽകുന്ന ആളാണ്. ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് റാബി പറയുന്നു, വിശുദ്ധ ഖുർആനെ കുറിച്ചും ഇദ്ദേഹത്തിന്റെ അഭിപ്രായമായിരുന്നു. തഫ്സീർ സഗീറിന് പിന്നിൽ നോട്ട് എഴുതുന്നതിന് പകരം ഞാൻ എന്റേതായ പുതിയ തർജ്ജമ എഴുതണം. അവിടുന്ന് പറയുന്നു, അൽഹംദുലില്ലാഹ്, അല്ലാഹു തആല തർജ്ജമക്കുള്ള തൗഫീഖ് നൽകി. ഒരുപാട് പ്രശ്നങ്ങൾ അതിൽ പരിഹരിക്കപ്പെട്ടു. പിന്നീട് നീണ്ട ഒരു സ്വപ്നമാണ്. അതിൽ പരാമർശമുണ്ട് എങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത് വിവാഹത്തെക്കുറിച്ചും ആൺകുട്ടികളുടെ ജോലി കാര്യങ്ങളെക്കുറിച്ചും ഏതെല്ലാം നിർദ്ദേശങ്ങളാണ് എന്ന്. സ്വപ്നത്തിൽ മിയാൻ അഹമ്മദ് സാഹിബ് തന്നെ ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് റാബിന് പറഞ്ഞു കൊടുത്തു, താങ്കൾക്ക് അതിൽ സഹകരിക്കാൻ സാധിക്കും. ഒരു കത്തിൽ ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് റാബി ഇദ്ദേഹത്തിന് എഴുതി, അസീസം അഹമ്മദ് സല്ലമഹുല്ല, അസ്സലാമു അലൈക്കും. താങ്കളുടെ പ്രയാസത്തിന്റെ കത്ത് ലഭിച്ചു. ഞാൻ താങ്കൾക്ക് വേണ്ടി വിനീതമായ നിലയിൽ ദുആ ചെയ്യാം. താങ്കളുടെ പ്രകൃതത്തിൽ അള്ളാഹു സത്യസന്ധതയും സൗഭാഗ്യം വെച്ചിട്ടുണ്ട്. ഈ രണ്ടു ഗുണങ്ങളും ഉള്ള ഒരാളെ അള്ളാഹു ഒരിക്കലും തന്നെ പാഴാക്കി കളയുകയില്ല. അള്ളാഹു താങ്കൾക്ക് അനേകം ഇരട്ടി ആത്മീയ പുരോഗതി നൽകുമാറാകട്ടെ, ഹൃദയ സമാധാനം പ്രദാനം ചെയ്യുമാറാകട്ടെ. അതുപോലെ തന്നെ മറ്റൊരു കത്തിൽ അവിടുന്ന് പറയുന്നു, എന്റെ ദുആയിൽ ഞാൻ ഓർക്കാറുണ്ട്, താങ്കൾക്ക് അതിനുള്ള അവകാശവുമുണ്ട്. ദീനീ സേവനത്തിൽ എന്റെ സുൽത്താനെ നസീറാണ്. അള്ളാഹു എപ്പോഴും തന്റെ സമാധാനത്തിൽ വെക്കുമാറാകട്ടെ, ആരോഗ്യവും സമാധാനവും നൽകുമാറാകട്ടെ, ഒരിക്കലും ഒരു വ്യാകുലതയും പ്രയാസവും ഉണ്ടാകാതിരിക്കട്ടെ. വീണ്ടും എഴുതി, എന്നെയും ദുആയിൽ ഓർക്കുക. എന്റെ വലിയ ആഗ്രഹമാണ് അഹമ്മദിയത്ത് ജനങ്ങൾ എത്രയും പെട്ടെന്ന് സ്വീകരിക്കുന്നവരായി തീരണം. വീണ്ടും പറയുന്നു, MTA ആയുധവും മുഴുവൻ ലോകത്തും നടക്കുന്നുണ്ട്. എന്റെ ആഗ്രഹം പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു. നല്ല നല്ല പരിപാടികൾ അയച്ചുകൊണ്ടിരിക്കുക. കാരണം എല്ലായിടത്തും പ്രകാശം ആയിത്തീരുന്നതിനു വേണ്ടി. താഗൂത്തും ഷെയ്ത്താനും റമദാനിൽ പൂർണ്ണമായ നിലയിൽ ബന്ധനസ്ഥരാകുന്നതിനു വേണ്ടി. ഇദ്ദേഹത്തിന്റെ ഭാര്യ അമത്തുൽ ഖുദ്ദൂസ് സാഹിബ പറയുന്നു, ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് സാനി രോഗിയായിരുന്നപ്പോൾ രാത്രി ദിവസവും അവിടെ പോയി ജോലി ചെയ്യാറുണ്ടായിരുന്നു. ഇത് ഈ ബന്ധത്തിന് മുമ്പുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് സാലിസ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കാലഘട്ടത്തിലും ഖിലാഫത്തുമായി വളരെയധികം ബന്ധം ആയിരുന്നു. ഹുസൂർ അദ്ദേഹത്തെ വളരെയധികം വിശ്വാസം അർപ്പിച്ചിരുന്നു. 1974 അനേകം ദിവസം രാവും പകലും അവിടെ തന്നെ ഇരുന്നു. ഇദ്ദേഹവും മിർസ ഖുർഷീദ് അഹമ്മദ് സാഹിബും വീട്ടിൽ വരാൻ അനുവാദം ഉണ്ടായിരുന്നില്ല. 1973-74 പ്രത്യേകിച്ചും. പിന്നീട് ഇദ്ദേഹം ഖുദ്ദാമുൽ അഹമ്മദിയയുടെ സദർ ആയപ്പോഴും ഹുസൂറിനൊപ്പം ഇദ്ദേഹം പ്രവർത്തിച്ചിരുന്നു. ഒരു നീണ്ട കാലം വീട്ടിലേക്ക് വരിക തന്നെ ഉണ്ടായിരുന്നില്ല. മുമ്പ് തന്നെ രാവിലെ പോയാൽ രാത്രി 10 മണിക്ക് അടുത്താണ് വീട്ടിൽ വന്നിരുന്നത്. ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് സാലിസ് റഹ്മത്തുള്ളാഹി തആല ഇദ്ദേഹത്തിന് ഒരു ബഹുമതി നൽകി. ഒരു ഇജ്തിമായുടെ അവസരത്തിൽ ഇദ്ദേഹം പ്രതിജ്ഞ ചൊല്ലാനായി അപേക്ഷിച്ചപ്പോൾ ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് സാലിസ് പറഞ്ഞു, താങ്കൾ ചൊല്ലിയാലും, അതായത് സദർ ഖുദ്ദാമുൽ അഹമ്മദിയോട് പറഞ്ഞു, താങ്കൾ ചൊല്ലിയാലും. പിന്നീട് കൽപ്പന മുഖേന അദ്ദേഹത്തെ കൊണ്ട് പ്രതിജ്ഞ ചൊല്ലിപ്പിച്ചു. ഹുസൂർ മറ്റു ഖാദിമീങ്ങളെ പോലെ എഴുന്നേറ്റ് നിന്ന് പ്രതിജ്ഞ ഏറ്റുചൊല്ലി. മിർസ ഖുർഷീദ് അഹമ്മദ് സാഹിബിന്റെ വഫാത്തിന്റെ സമയത്ത് ഞാൻ ഈ കാര്യം പറഞ്ഞിരുന്നു. ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് റാബി അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞിരുന്നു, ഈ രണ്ടുപേർ എന്റെ വലിയ വിശ്വസ്തരായിട്ടുള്ളവരാണ്, എല്ലാ ഖിലാഫത്തിന്റെയും വിശ്വസ്തരായിട്ടുള്ളവരാണ്. അദ്ദേഹം എനിക്ക് എഴുതിയിരുന്നു, നേരിട്ടും എന്നോട് പറഞ്ഞിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഒരു ലജ്ജ ഉണ്ടായിരുന്നു, അതുകൊണ്ട് സ്വന്തം പേര് എഴുതിയിരുന്നില്ല. അതുകൊണ്ട് ഞാനും തന്നെ പറഞ്ഞില്ല, കേവലം മിർസ ഖുർഷീദ് അഹമ്മദ് സാഹിബിന്റെ പേര് മാത്രമാണ് പറഞ്ഞത്.
യഥാർത്ഥത്തിൽ മിർസ ഗുലാം മുഹമ്മദ് സാഹിബിനെയും മിർസ ഖുർഷിദ് അഹമ്മദ് സാഹിബിനെയും കുറിച്ചാണ് ഹദരത്ത് ഖലീഫത്തുൽ മസീഹ് റാബി പറഞ്ഞത്. ഇവർ എല്ലാ ഖിലാഫത്തിന്റെയും വിശ്വസ്തരായിട്ടുള്ളവരാണ്, എന്റെയും വിശ്വസ്തരായിട്ടുള്ളവരാണ്. ഉസൂറിന്റെ മോതിരം കളഞ്ഞുപോയ സമയത്ത് അത് അന്വേഷിക്കുന്നതിനു വേണ്ടി ഇവരെയാണ് വിളിപ്പിച്ചത്. പറയുമായിരുന്നു, ആദ്യം ഖലീഫത്തുൽ മസീഹ് എന്റെ പേരാണ് ഉച്ചരിച്ച് അഹമ്മദ്, പിന്നീട് ഖുർഷിദും. ഇവർ രണ്ടുപേരും എന്റെ വിശ്വസ്തരിൽപ്പെട്ടവരാണ്, എല്ലാ ഖിലാഫത്തിന്റെയും വിശ്വസ്തരിൽപ്പെട്ടവരാണ്. ഇദ്ദേഹത്തിന്റെ ഭാര്യ പറയുന്നു, രാത്രിയുള്ള നഫലുകളിൽ ഇത്രമാത്രം വിലാപം ഉണ്ടായിരുന്നു, വീട് അത് മുഖേന മുഴങ്ങുമായിരുന്നു. അതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് വേണ്ടിയും ഹദ്റത്ത് മസീഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് വേണ്ടിയും കാലത്തിന്റെ ഖലീഫക്ക് വേണ്ടിയും ജമാഅത്തിന് വേണ്ടിയും മാതാപിതാക്കൾക്ക് വേണ്ടിയും സഹോദരി സഹോദരന്മാർക്ക് വേണ്ടിയും ബന്ധുക്കൾക്ക് വേണ്ടിയും കുട്ടികൾക്ക് വേണ്ടിയും ദുആ ചെയ്യുമായിരുന്നു. സൂറത്തുൽ ഫാത്തിഹയുടെ ചില ആയത്തുകൾ പല പ്രാവശ്യം ആവർത്തിച്ചോതുമായിരുന്നു. തന്റെ മാതാപിതാക്കളുമായി സഹോദരി സഹോദരന്മാരുമായി വളരെയധികം ബന്ധമുണ്ടായിരുന്നു. എന്നാൽ അനീതി തീർത്തുമുണ്ടായിരുന്നില്ല. തന്റെ വീട്ടുകാരെ കൊണ്ട് ഭാര്യയെ ആദരിപ്പിച്ചു. ഭാര്യയുടെ ബന്ധം വീട്ടുകാരുമായി ഉണ്ടാക്കി. അതായത് രണ്ട് ബന്ധങ്ങളിലും ഒരു തുല്യത നിലനിർത്തി. ചെറിയ സമ്മാനം പോലും ഇദ്ദേഹത്തിന് നൽകിയാൽ അതിന് നന്ദി കാണിക്കും. ഒന്നുകിൽ അത് സമ്മാനമായി തിരിച്ചു നൽകും, അല്ലെങ്കിൽ വീട്ടിൽ പോയി അതിന് നന്ദി പറയും, അതല്ലെങ്കിൽ കത്തെഴുതി അതിന് നന്ദി അറിയിക്കും. ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു, ഏത് ജോലി ഏൽപ്പിച്ചാലും ഏതുവരെ അത് പൂർത്തിയാക്കുന്നില്ലയോ അതുവരെ സ്വസ്ഥമായി ഇരിക്കുകയില്ല. അറിവും വളരെയധികം ഉണ്ടായിരുന്നു, ഓർമ്മശക്തിയും നല്ലവണ്ണം ആയിരുന്നു. എന്തെങ്കിലും നിവേദനം ആയിരുന്നാലും പഴയ സംഭവം ആയിരുന്നാലും ബന്ധം ആയിരുന്നാലും അദ്ദേഹത്തിനോട് ചോദിച്ചാൽ പറഞ്ഞു തരുമായിരുന്നു. അദ്ദേഹത്തിന് ഓർമ്മയുണ്ടാകും. പറയുന്നു, എനിക്ക് യാത്ര ചെയ്യാൻ താല്പര്യമുണ്ടായിരുന്നു. സാമ്പത്തിക അവസ്ഥ നല്ലത് ആണെങ്കിലും അല്ലെങ്കിലും, ആരോഗ്യം നല്ലതാണെങ്കിലും അല്ലെങ്കിലും ഭാര്യയോടുള്ള കടമ നിറവേറ്റുന്നതിനു വേണ്ടി യാത്രക്ക് കൊണ്ടുപോകുമായിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ തന്നെ എഴുതുന്നു, എന്റെ സഹോദരി അബ്ദുറഹ്മാൻ അൻവർ സാഹിബിന്റെ ഭാര്യ പറയുന്നു, അവർ സ്വപ്നത്തിൽ കണ്ടു ഇദ്ദേഹത്തിന്റെ ഉമ്മയുടെ വീടിന്റെ വാതിൽക്കൽ വളരെ മനോഹരമായ റോസാപ്പൂവിന്റെ 2 വള്ളികൾ പടരുന്നു. അതിൽ വളരെ മനോഹരമായ പുഷ്പങ്ങൾ വിരിഞ്ഞിരിക്കുന്നു. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഈ സ്വപ്നം സത്യമായി. ഇദ്ദേഹത്തിന്റെ ഭാര്യ എഴുതുന്നു, എല്ലാ വരുമാനത്തിനുമേൽ ആദ്യം ചന്ത നൽകുമായിരുന്നു, അതിനുശേഷമാണ് അത് ചിലവാക്കിയിരുന്നത്. ഇവർക്കും ഇദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് ഞങ്ങളുടെ ഉമ്മയുടെ ഭാഗത്ത് നിന്ന് ലഭിച്ച സ്വത്ത് അല്ലെങ്കിൽ പിതാവിന്റെ ഭാഗത്ത് നിന്ന് ലഭിച്ച സ്വത്ത്, അതിന്റെ വസിയത്ത് ആദ്യം നൽകി, ഹിസ്സ ജായിദാദ് നൽകി. പിന്നീട് ലഭിക്കുന്ന വരുമാനത്തിൽ നിന്ന് ഹിസ്സ ജായിദാദ് നൽകുമായിരുന്നു. എന്നിട്ട് എന്നോട് വന്ന് പറയുമായിരുന്നു, ഞാൻ മുഴുവൻ ജായിദാദിന്റെയും ചന്ത നൽകിയിട്ടുണ്ട്. ഈ വിധത്തിൽ അദ്ദേഹം എന്റെ മുഴുവൻ സ്വത്തിന്റെയും ചന്ത നൽകി. എനിക്കൊരു ഭാരവും തോന്നിയില്ല. കുട്ടികൾക്കും ആൺമക്കൾക്കും പെൺമക്കൾക്കും വീട് നിർമ്മിച്ചു നൽകി. അവരുടെ വസിയത്തും സ്വയം നൽകി. പിന്നീട് എപ്പോഴും ഈ 2 സഹോദരന്മാരും എനിക്ക് എഴുതുന്ന ഒരുപാട് പേർ എഴുതുന്നു. ഞാനും കാണാറുണ്ടായിരുന്നു. എപ്പോഴും ഈ 2 പേരും ഒരുമിച്ചായിരിക്കും. എന്റെ സഹോദരി തന്നെ എഴുതുമായിരുന്നു, മിർസ ദാവൂദ് അഹമ്മദ് സാഹിബിന്റെ ഭാര്യ പറയാറുണ്ടായിരുന്നു, അഹമ്മദിനെയും ഖുർഷിദിനെയും ഒരുമിച്ചെവിടെയെങ്കിലും പോകുന്നതായി കണ്ടാൽ എനിക്ക് തോന്നുമായിരുന്നു ജമാഅത്തിപരമായ എന്തോ പ്രശ്നമുണ്ട്. കാരണം അവർ 2 പേരും ഒരുമിച്ച് പോവുകയാണ്. എല്ലാ ക്രൈസിസിലും വളരെ ധൈര്യത്തോടും ചിന്തയോടും ഗ്രാഹ്യത്തോടും കൂടി ദീർഘദൃഷ്ടിയോടും കൂടി പ്രവർത്തിച്ചു. ഖിലാഫത്തിനോടുള്ള അനുസരണം ഉണ്ടായിരുന്നു. ഇവിടെ ജൽസയിൽ വന്നിരുന്നു. ബലഹീനത വളരെ അധികമായിരുന്നു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, വടി എടുത്തുകൊള്ളുക. ഉടനെ തന്നെ അദ്ദേഹം വടി എടുക്കാൻ തുടങ്ങി. ഇനി ഇപ്പോൾ കൽപ്പന ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു, വടി എടുക്കേണ്ടതായി വരും. ഏതായിരുന്നാലും ഏതാനും വർഷം മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു, നാസിർമാർ ജമാഅത്തുകളിൽ പോവുക, എല്ലാ വീടുകളിലും എന്റെ സലാം എത്തിക്കുക. ഇദ്ദേഹത്തിന്റെ ഭാഗത്ത് സിന്ധാണ് വന്നത്. ഇദ്ദേഹത്തിന്റെ ഭാര്യ പറയുന്നു, തിരിച്ചു വന്നപ്പോൾ കൊക്കിയാണ് നടന്നുകൊണ്ടിരുന്നത്.
ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു ഒരു വീടിന്റെ കോണിയിൽ നിന്ന് വീണതാണ്. ഫസ്ലെ ഉമർ ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ കാലിന്റെ ചെറിയ വിരലിന്റെ എല്ലിന് ക്രാക്ക് ഉണ്ടായിരുന്നു. മറ്റേ കാലിന്റെ ഞെരിയാണിയിലും ചെറിയ തോതിൽ ക്രാക്ക് ഉണ്ടായിരുന്നു. പരിക്ക് പറ്റിയിരുന്നു. ചെറിയ ഒരു ഫ്രാക്ചർ ഉണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, താങ്കൾക്ക് വേദന ഉണ്ടായിരുന്നില്ലേ? പറഞ്ഞു, വേദന തോന്നുമായിരുന്നു. എന്നാൽ കാലത്തിന്റെ ഖലീഫയുടെ സന്ദേശം വീടുകളിൽ എത്തിക്കണമായിരുന്നു. അതുകൊണ്ട് 11 ദിവസം ഈ പ്രയാസത്തെക്കുറിച്ച് ചിന്തിച്ചില്ല. ഞാൻ എന്റെ ജോലി പൂർത്തിയാക്കി പോന്നു. ഇദ്ദേഹത്തിന്റെ മൂത്ത മകൻ എഴുതുന്നു, ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് റാബിന്റെ ഹിജ്റത്തിന് ശേഷം ഹുസൂറിന്റെ ഖുതുബയുടെ കാസറ്റ് ഏറ്റവും ആദ്യം അങ്ങയുടെ പക്കലാണ് എത്തിയിരുന്നത്. വലിയ തയ്യാറെടുപ്പോടുകൂടി അവിടുന്ന് എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുമായിരുന്നു. എന്നിട്ട് ഹുസൂറിന്റെ ഖുതുബ കേൾപ്പിക്കുമായിരുന്നു. പിന്നീട് MTA വന്നതിന് ശേഷവും ഖുതുബകൾ കേൾക്കുന്നതിന് പ്രത്യേകം തയ്യാറെടുപ്പ് നടത്തുമായിരുന്നു. ഈ കാര്യത്തിൽ ഉറപ്പുവരുത്തുമായിരുന്നു. വീട്ടിലെ എല്ലാവരും ഖുതുബ കേട്ടിട്ടുണ്ട്. ഏതുവരെ എന്നാൽ വീട്ടിൽ ജോലി ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ പുറത്തുള്ള ജോലിക്കാർ അവർക്കും കേൾക്കുന്നതിനു വേണ്ടിയുള്ള സംവിധാനം ഒരുക്കിയിരുന്നു. ലൗഡ് സ്പീക്കർ സ്ഥാപിച്ചിരുന്നു, അല്ലെങ്കിൽ TV നൽകിയിരുന്നു. ഇദ്ദേഹം ലാഹോറിൽ പോയപ്പോൾ അവിടുത്തെ ഒരു സംഭവം ഇദ്ദേഹത്തിന്റെ മകൻ എഴുതുന്നു. രാത്രി ഇദ്ദേഹം ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവിടെ വലിയ റഷായിരുന്നു. ആംബുലൻസുകാർ വായിൽ തോന്നിയ വിലയാണ് ചോദിച്ചുകൊണ്ടിരുന്നത്. അവിടെ അദ്ദേഹം ഉയർന്ന ശബ്ദത്തിൽ അറിയിച്ചു, എല്ലാ സംവിധാനവും സദർ അഞ്ജുമൻ അഹമ്മദിയ ചെയ്യുന്നതാണ്. എല്ലാവരുടെയും കബറടക്കം റബുയിൽ നടക്കും. ജനാസ അവിടേക്ക് കൊണ്ടുപോകും. ഇനി ആർക്കെങ്കിലും സ്വന്തം നാട്ടിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനുള്ള അനുവാദമുണ്ട്. ഏതായിരുന്നാലും ഇത് മുഖേന ആളുകളിൽ ഒരു പരിധിവരെ സമാധാനം ഉണ്ടായി. എല്ലാ പരിക്ക് പറ്റിയവരുടെയും വീട്ടിൽ പോയി, ശുഹദാക്കളുടെ വീട്ടിൽ പോയി വീടുകളിൽ ഭക്ഷണത്തിനുള്ള സംവിധാനമൊരുക്കി. അഥവാ സമ്പാദിക്കുന്ന ആരും ഇല്ല എങ്കിൽ അവർക്കായി സംവിധാനമൊരുക്കി. ആ സമയത്ത് ചില അറിയിപ്പുകൾ ഉണ്ടായിരുന്നു. ചില ഏജൻസികൾ ഇദ്ദേഹത്തിന്റെ പിന്നാലെയുണ്ട്, ചില ആളുകൾ ഇദ്ദേഹത്തിന്റെ പിന്നാലെയുണ്ട്. ഏജൻസികളുടെ ഭാഗത്തു നിന്ന് മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു, ഇദ്ദേഹത്തിന്റെ ജീവന് അപകടമുണ്ട്. അതുകൊണ്ട് ഇദ്ദേഹത്തെ അവിടെ നിന്ന് തിരിച്ചു വിളിപ്പിച്ചു. എന്നാൽ 28 മെയ്ക്ക് ശേഷമുള്ള അടുത്ത ജുമ അദ്ദേഹം വീണ്ടും അവിടെ പോയി. അവിടെ ദാറുസിക്രിൽ പോയി അദ്ദേഹം ജുമ സ്വയം നമസ്കരിപ്പിച്ചു. ജമാഅത്തിലെ ആളുകൾക്കും ധൈര്യമുണ്ടാകുന്നതിനു വേണ്ടി ദരിദ്രരെ വളരെയധികം പരിഗണിക്കുമായിരുന്നു. പഴയ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളെ വളരെയധികം പരിഗണിക്കുമായിരുന്നു. ഇദ്ദേഹത്തിന്റെ ചെറുപ്പത്തിലെ ഒരു ക്ലാസ് ഫെല്ലോ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് പഠനം പൂർത്തിയാക്കാൻ സാധിച്ചില്ല. അദ്ദേഹം പെയിന്റിംഗ് ജോലിയാണ് ചെയ്തിരുന്നത്. വീടുകളിൽ പെയിന്റ് ചെയ്യുന്ന ജോലി. അദ്ദേഹത്തിനെ വളരെയധികം പരിഗണിക്കുമായിരുന്നു. അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം അദ്ദേഹത്തിന്റെ കുട്ടികളെ നോക്കി. പിന്നീട് 1979 ഇദ്ദേഹം അറസ്റ്റിലായപ്പോൾ അതിനുള്ള കാരണം ഇതായിരുന്നു. ഖുദ്ദാമുൽ അഹമ്മദിയായുടെ ഇജ്തിമ നടക്കുകയായിരുന്നു. ഹദ്റത്ത് മിർസ ഖുർഷിദ് അഹമ്മദ് സാഹിബ് നസർ ഉമൂരമായിരുന്നു. അദ്ദേഹം റബോക്ക് പുറത്തായിരുന്നു. ഇദ്ദേഹം അദ്ദേഹത്തിന്റെ ആക്ടിംഗ് ആയിരുന്നു. മജിസ്ട്രേറ്റ് ഇദ്ദേഹത്തെ വിളിപ്പിച്ചു. എന്നിട്ട് കൽപ്പന നൽകി, ഇജ്തിമ നിർത്തുക. ഇദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഞങ്ങൾക്ക് രേഖാമൂലമുള്ള അനുമതി ഇജ്തിമ നടത്തുന്നതിനായി നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് നിർത്തുന്നതിനും രേഖാമൂലമുള്ള നിർദ്ദേശം നൽകുക. അയാൾ പറഞ്ഞു, ഇല്ല, വാക്കുകൊണ്ടുള്ള നിർദ്ദേശമാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അങ്ങനെയെങ്കിൽ വാക്കുകൊണ്ടുള്ളതനുസരിച്ച് ഞങ്ങൾക്ക് നിർത്താൻ സാധ്യമല്ല. ഏതായിരുന്നാലും വൈകുന്നേരമായപ്പോഴേക്കും മിർസ ഖുർഷിദ് അഹമ്മദ് സാഹിബ് വന്നു. അദ്ദേഹത്തെയും വിളിപ്പിച്ചു. അദ്ദേഹവും ഇതേ മറുപടി തന്നെ നൽകി. അതിന്റെ ഫലമായി ഞാൻ പറഞ്ഞതുപോലെ ഇദ്ദേഹത്തും അസീറായിക്കൊണ്ട് ഏതാനും ദിവസം കഴിച്ചുകൂട്ടി. ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് തടവറയിലാക്കി. ഇദ്ദേഹത്തിന്റെ മകൾ പറയുന്നു, ഞങ്ങളുടെ അബ്ബ ഖിലാഫത്തിനോട് കൂറുള്ള ആളായിരിക്കാൻ പൂർണ്ണമായ നിലയിൽ പരിശ്രമിച്ചു. ഞങ്ങളെയും അതിനുപദേശിച്ചു. പറയുന്നു, ഒരിക്കൽ അബ്ബ എന്നോട് വലിയ പിടച്ചിലോടുകൂടി ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. എന്നാൽ അനേകം ദിവസം പറഞ്ഞുകൊണ്ടിരുന്നു. എനിക്കറിയില്ലായിരുന്നു കാര്യം എന്താണെന്ന്. എന്നാൽ ഒരു തോന്നലുണ്ടായി, കാലത്തിന്റെ ഖലീഫയിൽ നിന്ന് ഏതോ ഒരു നിസ്സാര അനിഷ്ടത്തിന്റെ കാര്യമാണ്. അതുകൊണ്ട് ഞങ്ങളുടെ അബ്ബയുടെ നമസ്കാരത്തിൽ ഇത്രമാത്രം വേദന ഉണ്ടായിരുന്നത്. അത് എന്റെ ചിന്തയെയും സ്വാധീനിച്ചു. എന്റെ അവസ്ഥയും അതുപോലെ ആയിത്തീർന്നു. പിന്നീട് ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് റാബിന്റെ ഹിജ്റത്ത് നടന്നപ്പോൾ അന്ന് ഇദ്ദേഹത്തിന്റെ മാതാവ് സാഹിബ്സാദി നസീറ ബേഗം സാഹിബ വളരെയധികം രോഗിയായിരുന്നു. അവസ്ഥ വളരെ മോശമായിരുന്നു. ഏതൊരു രാത്രിയാണോ ഹിജ്റത്ത് നടന്നിരുന്നത്, ആ രാത്രി ഇദ്ദേഹത്തിന്റെ മാതാവിന്റെ അവസാന രാത്രിയാണെന്നാണ് തോന്നിയിരുന്നത്. എന്നാൽ അവിടുന്ന്
അവിടെ ജമാഅത്തിന്റെ കാര്യങ്ങളിൽ ഹിജ്റത്തിന്റെ കാര്യത്തിൽ തിരക്കിലായിരുന്നു. അതുകൊണ്ട് തന്നെ മാതാവിന്റെ റൂം വരെ പോവുക പോലും ചെയ്തില്ല. ജമാഅത്തിന്റെ പ്രവർത്തനങ്ങളിൽ മുഴുകി. അതുപോലെ തന്നെ ഖിലാഫത്തെ ഖാമിസയിൽ എന്നോടും അനുസരണത്തിന്റെയും കൂറിന്റെയും ബന്ധം എല്ലായ്പ്പോഴും നിലനിന്നു. എന്നല്ല, തന്റെ മകൻ ചോദിച്ചപ്പോൾ ഇതാണ് പറഞ്ഞത്: ഖിലാഫത്തിന്റെ സത്യതയ്ക്കുള്ള അള്ളാഹുവിന്റെ സഹായം എപ്രകാരമാണ് ഉള്ളത്? ഖിലാഫത്തെ ഖാമിസയോടൊപ്പം അത് നീ കാണുന്നില്ലേ? ഇദ്ദേഹത്തിന്റെ മകൻ എഴുതുന്നു, ഞങ്ങളെ നമസ്കാരത്തിന് ഉണർത്താറുണ്ടായിരുന്നു. പൊതുവിൽ അല്പം കഠിന സ്വഭാവമായിരുന്നു. എന്നാൽ അവസാന ദിനങ്ങളിൽ അങ്ങേയറ്റം സ്നേഹത്തോടുകൂടി ഉണർത്തുമായിരുന്നു. അതിൽ നിന്ന് സ്നേഹം വെളിപ്പെടുമായിരുന്നു. ഇവർക്ക് വരുന്ന കത്തുകൾ ഇദ്ദേഹത്തിന്റെയും ഇദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും, ഇദ്ദേഹത്തിന്റെ മകൾ പറയുന്നു, ആ എല്ലാ കത്തിന്റെയും കോപ്പിയെടുത്ത് ഫയലാക്കി ഞങ്ങൾ എല്ലാ മക്കളെയും ഏൽപ്പിച്ചു. ഈ കത്തുകൾ ഞങ്ങളുടെ ആയുസിന്റെ സമ്പാദ്യമാണ് എന്ന് ഈ കത്തുകൾ ഞങ്ങൾക്ക് നൽകിക്കൊണ്ട് പറഞ്ഞു, ഇത് നിങ്ങൾ കൂടെ വെക്കുക. മിർസ അനസ് അഹമ്മദ് സാഹിബ് വിവരിക്കുന്നു, ഇദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചപ്പോൾ ഞാൻ സ്വപ്നം കാണുകയായിരുന്നു. സഹോദരൻ ഖുർഷീദും മിയാ അഹമ്മദും അള്ളാഹുവിന്റെ അടുക്കൽ പോയിരിക്കുകയാണ്. അവിടെ അവരുടെ മുലാഖാത്ത് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദ്റത്ത് മസീഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമുമായി നടക്കുകയാണ്. പറയുന്നു, അപ്പോൾ എന്റെ ഹൃദയത്തിലും ഈ ആഗ്രഹമുണ്ടായി, അള്ളാഹു എന്റെ മുലാഖാത്തും ജീവിതത്തിൽ നടത്തട്ടെ. അതുകൊണ്ട് ഞാൻ അപേക്ഷിച്ചു, അള്ളാഹുവെ, എന്നെയും നിന്റെ സാമീപ്യത്തിലേക്ക് വിളിപ്പിച്ചാലും. അപ്പോൾ അള്ളാഹു പറഞ്ഞു, നീ മുന്നോട്ട് വരിക. പറയുന്നു, മിയാ അഹമ്മദുമായി എനിക്ക് പഴയ ബന്ധം ഉണ്ടായിരുന്നു. ഏകദേശം ഇവർ സമപ്രായക്കാരായിരുന്നു. അദ്ദേഹത്തിന്റെ നന്മകളെ കാണുമ്പോൾ ലജ്ജ തോന്നുമായിരുന്നു. അള്ളാഹു എനിക്കും അത്തരത്തിലുള്ള അവസരം നൽകട്ടെ. പറയുന്നു, എപ്പോഴെങ്കിലും ഏതെങ്കിലും കാര്യത്തിൽ എന്നോട് ദേഷ്യപ്പെട്ടാൽ എപ്പോഴും അദ്ദേഹം എനിക്ക് മാപ്പ് നൽകുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുമായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ നമസ്കാരത്തിന്റെ അവസ്ഥയെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. അദ്ദേഹം നമസ്കരിക്കുന്നതായി കാണുമ്പോൾ അത്രമാത്രം വേദനയോടുകൂടി നമസ്കരിക്കുന്നതായി കാണുമായിരുന്നു. എനിക്ക് അസൂയ തോന്നുമായിരുന്നു. അങ്ങേയറ്റം ബുദ്ധിയുള്ള, ഉത്തരവാദിത്വബോധമുള്ള ആളായിരുന്നു. 5 നേരം നമസ്കാരത്തിനായി പള്ളിയിൽ വരിക, ദരിദ്രരെ സഹായിക്കുക, അവർക്ക് പ്രയോജനപ്പെടുക, തന്റെ കഴിവുകളെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചിലവ് ചെയ്യുന്നതിന് അദ്ദേഹത്തിന് തൗഫീക്ക് ലഭിച്ചു. ചൗധരി ഹമീദുല്ല സാഹിബ് എഴുതുന്നു, കാര്യങ്ങൾ മനസ്സിലാക്കുന്ന, ഉചിതമായ അഭിപ്രായമുള്ള, എപ്പോഴും അഭിപ്രായത്തിന്റെ സദസ്സുകളിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായം തീരുമാനം ഉറപ്പിക്കുന്നതായിരുന്നു. ജമാഅത്തിന്റെ സാഹിത്യങ്ങളെക്കുറിച്ചും ചരിത്രത്തെക്കുറിച്ചും ഗഹനമായ അറിവുണ്ടായിരുന്നു. ജമാഅത്തിന്റെ സേവനത്തിനായി എല്ലാ അവസരത്തിലും മുൻപന്തിയിലായിരിക്കും. 1974 കുഴപ്പത്തിൽ അനേകം മാസം ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് സാലിസിനെ സഹായിച്ചു. ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് സാലിസിന്റെ രാജ്യത്തിനു പുറത്തുള്ള പര്യടനങ്ങളിൽ കൂടെ യാത്രയിൽ പങ്കെടുത്തിരുന്നു. ഒരിക്കൽ മജ്ലിസ് ഖുദ്ദാമുൽ അഹമ്മദിയ മർക്കസിയയുടെ പ്രതിനിധിയായി ഹുസൂറിന്റെ സംഘത്തിൽ ഉൾപ്പെട്ടു. ഖാദിയാനിലെ അക്രം സാഹിബ് എഴുതുന്നു, ഞാൻ അദ്ദേഹത്തിന് മിർസ ഖുർഷിദ് അഹമ്മദ് സാഹിബിന്റെ വഫാത്തിൽ അനുശോചനം രേഖപ്പെടുത്തി. അപ്പോൾ വളരെ വേദനയോടുകൂടി എന്നോട് പറഞ്ഞു, എനിക്ക് വേണ്ടി ഖാദിയാനിൽ സ്വയം ദുആ ചെയ്താലും മറ്റുള്ള മഹാത്മാക്കളോട് ദുആ ചെയ്യാൻ പറയുകയും ചെയ്യണം. കാരണം ഞാൻ മിയാ ഖുർഷിദിന്റെ മരണത്തിന് ശേഷം സ്വയം ഏകനായി മനസ്സിലാക്കുന്നു. അള്ളാഹു എനിക്ക് പുതിയ ഉത്തരവാദിത്വം അതിന്റെ കടമ അനുസരിച്ച് നിർവഹിക്കാൻ തൗഫീക്ക് നൽകട്ടെ. ഇങ്ങനെ അദ്ദേഹം ദുആക്ക് വേണ്ടിയും പറയുമായിരുന്നു. ഖാദിയാനിലേക്കുള്ള യാത്രയിൽ ദർവേഷുകളുടെ വീടുകൾ പോവുക, അതുപോലെ അവിടെയുള്ള ദർവേഷുകളുടെ വിധവകളെയും യത്തീമുകളെയും സേവനം ചെയ്യാൻ ശ്രമിക്കുമായിരുന്നു. മക്കാമാത്തെ മുഖദ്ദസിയെ കുറിച്ച് അദ്ദേഹത്തിന് വലിയ അറിവായിരുന്നു. അക്രം സാഹിബ് തന്നെ എഴുതുന്നു, ഖാദിയാനിലെത്തിയാൽ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം എവിടെയാണോ ദുആ ചെയ്യാറുണ്ടായിരുന്നത് അവിടെ അധികവും നിന്ന് നഫലുകൾ നമസ്കരിക്കുമായിരുന്നു. എന്നെയും ഉപദേശിക്കുമായിരുന്നു, നിങ്ങൾ ഭാഗ്യവാന്മാരാണ്, ഈ പരിശുദ്ധ സ്ഥലങ്ങളിൽ ജീവിക്കുന്നവരാണ്, അതുകൊണ്ട് ഇവിടെ വളരെയധികം ദുആ ചെയ്യുക. ഖുദ്ദാമുൽ അഹമ്മദിയയുടെ സദർ എന്ന നിലയിൽ ഇദ്ദേഹത്തിന്റെ സേവനം വളരെയധികം വലുതാണ്. എല്ലാ സ്ഥലങ്ങളിലും ഖുദ്ദാമുകളിലേക്ക് ഇദ്ദേഹം എത്തി.
ഒരിക്കൽ ഇദ്ദേഹത്തിന്റെ സിന്ധിലേക്കുള്ള പര്യടനമായിരുന്നു. ചില സ്ഥലങ്ങളിൽ വാഹനം പോകുമായിരുന്നില്ല, കാറിലും പോകാൻ സാധിക്കുമായിരുന്നില്ല. അപ്പോൾ അദ്ദേഹം കാൽനടയായി പോയി കാട്ടിൽ ഖാദിമിങ്ങളുടെ അടുത്ത് എത്തി. ഇത് ഖാദിമിങ്ങളിൽ വലിയ സ്വാധീനമുണ്ടാക്കി, നല്ല സ്വാധീനമുണ്ടാക്കി. ഇത് ഇന്നേ വരേക്കും അവർ ഓർത്തുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ചരിത്ര വിഭാഗത്തിന്റെ തലവൻ ഇസ്വന്തിയാർ മുനീഫ് സാഹിബ് പറയുന്നു, അഹമ്മദിയ ചരിത്രത്തിന്റെ കാര്യത്തിലും പ്രത്യേക നിലയിൽ പ്രയോജനമുള്ള അസ്തിത്വമായിരുന്നു. മുഷാവറത്തി പാനലിന്റെ മെമ്പറായിരുന്നു. അങ്ങേയറ്റം സൂക്ഷ്മദൃഷ്ടിയോടുകൂടി ചരിത്രത്തിന്റെ രേഖകൾ നോക്കുമായിരുന്നു. പിന്നീട് അങ്ങേയറ്റം വിലയേറിയ നിർദ്ദേശങ്ങൾ നൽകുമായിരുന്നു. ജമാഅത്തിന്റെ ചരിത്ര സംഭവങ്ങളുടെ പശ്ചാത്തലം, അതിന്റെ വശങ്ങൾ എന്നിവയെക്കുറിച്ച് നല്ല അറിവായിരുന്നു. പറയുന്നു, ഇദ്ദേഹത്തെ നാസിർ അല ആയി നിശ്ചയിച്ചപ്പോൾ ഞാൻ ഇദ്ദേഹത്തിന്റെ റൂമിൽ ചെന്നു. അപ്പോൾ നസാറത്തുലിയയുടെ കസേരയിൽ ഇരിക്കുകയായിരുന്നു. അവസ്ഥ മിർസ മുഹമ്മദ്ദീൻ നാസ് സാഹിബാണ് എഴുതുന്നത്. അഡീഷണൽ നാസിർ ഇസ്ലാഹുർ ഷാ താലീമുൽ ഖുർആൻ. കണ്ണുനീർ കൊണ്ട് കണ്ണുകൾ നിറഞ്ഞിരിക്കുകയായിരുന്നു. ദ്വാ കൊണ്ട് നിറഞ്ഞ മുഖമായിരുന്നു. വളരെ വിനയത്തോടുകൂടി അദ്ദേഹം എന്നോടും ദ്വാ ചെയ്യാനായി പറഞ്ഞു. സാഹിദ് ഖുറൈഷി സാഹിബ് പറയുന്നു, ഇദ്ദേഹം ഖുദ്ദാമുൽ അഹമ്മദിയയുടെ സദറായിരുന്നപ്പോൾ കായിദ് ഖുദ്ദാമുൽ അഹമ്മദിയ ലാഹോർ എന്നെ ഒരു ജോലിക്കായി ഇദ്ദേഹത്തിന്റെ അടുത്തേക്ക് അയച്ചു. ഞാൻ ഓഫീസിൽ ചെന്നു. ഐവാനെ മഹ്മൂദിൽ മുലാഖാത്തിനായി ചെന്നു. പേപ്പറുകൾ അദ്ദേഹത്തെ ഏൽപ്പിച്ചു. ചൂടുകാലമായിരുന്നു, ഉച്ചസമയമായിരുന്നു. പേപ്പറുകൾ വാങ്ങിയതിനു ശേഷം അദ്ദേഹം ചോദിച്ചു, ഭക്ഷണം കഴിച്ചോ? ഞാൻ പറഞ്ഞു, ജോലി അവസാനിച്ചതിനു ശേഷം ഞാൻ ദാറുസിയാഫത്തിൽ പോയി ഭക്ഷണം കഴിച്ചുകൊള്ളാം. അദ്ദേഹം പറഞ്ഞു, വേണ്ട, എനിക്കൊപ്പം വരിക, കുറച്ചു സമയം ഇരിക്കുക, ഇപ്പോൾ തന്നെ സംവിധാനമൊരുക്കാം. ഞാൻ വിചാരിച്ചത് ഇവിടെ ഐവാനെ മഹ്മൂദിൽ തന്നെ സംവിധാനമൊരുക്കും എന്നാണ്. കുറച്ചു സമയത്തിനു ശേഷം പുറത്തു വന്നു, സൈക്കിൾ എടുത്തു. എന്നിട്ട് എന്നോട് പറഞ്ഞു, എന്റെ പിന്നിലിരിക്കുക. പറയുന്നു, ഏതായിരുന്നാലും പോകാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, ഞാൻ ദാറുസിയാഫത്തിൽ പോയിക്കൊള്ളാം, വഴിയിലാണ് ദാറുസിയാഫത്ത്. അദ്ദേഹം പറഞ്ഞു, പിന്നിലിരിക്കുക. കഠിനമായ ചൂടിൽ സൈക്കിളിൽ വീട്ടിൽ കൊണ്ടുപോയി, തന്റെ വീട്ടിൽ കൊണ്ടുപോയി ഭക്ഷണം കഴിപ്പിച്ചു. പിന്നീട് എനിക്ക് യാത്രയപ്പ് നൽകി. ഖാദിമീങ്ങളുമായി വ്യക്തിപരമായ ഒരു ബന്ധം ഇദ്ദേഹത്തിനുണ്ടായിരുന്നു സദർ ഖുദ്ദാമുൽ അഹമ്മദി ആയിരുന്നപ്പോൾ. അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ എഴുതിയിട്ടുണ്ട്. ഞങ്ങൾ ഒരുപാട് ജോലി ചെയ്യുന്ന രീതി ഇദ്ദേഹത്തിൽ നിന്ന് പഠിച്ചു. സലാം മുബഷിർ സാഹിബ് എഴുതുന്ന ഒരുപാട് കാര്യത്തിലും ജോലി ചെയ്യുന്ന രീതിയിലും ഇദ്ദേഹത്തിൽ നിന്ന് പഠിച്ചു. വളരെ ഗഹനതയിൽ പോയി ജോലി ചെയ്യുന്ന ശീലം ഇദ്ദേഹത്തിനുണ്ടായിരുന്നു. ഡോക്ടർ സുൽത്താൻ മുബഷിർ സാഹിബ് എഴുതുന്നു, 1974 ഓർഡിനൻസിന് ശേഷം കേന്ദ്ര കോടതിയിൽ അപ്പീൽ നൽകിയപ്പോൾ അതിന്റെ സംവിധാനത്തിനുള്ള ഉത്തരവാദിത്വം മിയാ അഹമ്മദ് സാഹിബിനായിരുന്നു. പറയുന്നു, എനിക്ക് ഓർമ്മയുണ്ട്, മിയാ സാഹിബ് പെട്ടെന്ന് ഐവാനെ മഹ്മൂദിൽ അവിടെ വിനീതൻ ബാഡ്മിന്റൺ കളിക്കുകയായിരുന്നു വന്നു. എന്നിട്ട് പറഞ്ഞു, ലാഹോർ കോടതിയിൽ പുസ്തകത്തിന്റെ ആവശ്യം വരും, അത് ഇവിടെ ലൈബ്രറിയിൽ നിന്ന് കൊണ്ടുപോകേണ്ടതായി വരും. ഇത് താങ്കളുടെ ഉത്തരവാദിത്വമാണ്. ഇവിടെ നിന്ന് കൊണ്ടുപോകേണ്ട ഏതെല്ലാം ഗ്രന്ഥങ്ങളുടെ ആവശ്യമാണോ ഉള്ളത് ലാഹോറിൽ നിന്ന് ഫോൺ മുഖേന എഴുതിപ്പിക്കും. എന്നിട്ട് ഇദ്ദേഹം സ്വയം ലൈബ്രറിയിലെ ജോലിക്കാരോടൊപ്പം അധ്വാനിച്ചു പരിശ്രമിച്ച് ഗ്രന്ഥങ്ങൾ എടുക്കും. അതല്ലാതെ പറഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുക മാത്രമല്ല ചെയ്തത്, മറിച്ച് സ്വയം ജോലി ചെയ്യുന്ന ശീലം ഇദ്ദേഹത്തിനുണ്ടായിരുന്നു. യതീമുകളെയും വിധവകളെയും ശ്രദ്ധിക്കുന്ന ആളായിരുന്നു. ഡോക്ടർ സാഹിബ് പറയുന്നു, ഇന്ന് തന്നെ എന്റെ അടുത്ത് ഒരു വനിത ബുഷ്ര സാഹിബ ഇവിടെ റബുവയിൽ താമസിക്കുന്ന ആളാണ്. ഷുഗറിന്റെയും ബ്ലഡ് പ്രഷറിന്റെയും രോഗിയാണ്. വന്നു. റിസൾട്ട് കണ്ടതിനു ശേഷം ഞാൻ പറഞ്ഞു, നിങ്ങളുടെ റിസൾട്ട് നോർമലാണ്. ഇത് കേട്ട് അവർ കരയാൻ തുടങ്ങി. ഞാൻ അത്ഭുതപ്പെട്ടുകൊണ്ട് അവരെ നോക്കി. അപ്പോൾ അവർ പറഞ്ഞു, പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു, അതെ ഡോക്ടർ സാഹിബ്, എന്റെ ഷുഗർ ശരിയായി. എന്നാൽ എനിക്ക് സൗജന്യമായി ചികിത്സ നൽകിയിരുന്ന രണ്ടുപേരും മിർസ ഖുർഷിദ് അഹമ്മദ് സാഹിബും മിർസ ഗുലാം അഹമ്മദ് സാഹിബും ഈ ലോകത്ത് നിന്ന് പോയി. പറയുന്നു, ഞാൻ അവരെ സമാധാനിപ്പിച്ചു.
അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ജമാഅത്തി സംവിധാനത്തിന് കീഴിൽ ചികിത്സ നടക്കുന്നതാണ്. എന്നിരുന്നാലും അവർ വളരെയധികം സ്മരിക്കുകയും കരയുകയും ചെയ്തു. അത്താഉൽ മുജീദ് റാഷിദ് സാബ് ഇമാം മസ്ജിദ് ഫസൽ പറയുന്നു, 73 അവസാനത്തിൽ ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് സാലി റഹ്മത്തുള്ളാഹി അലൈഹി എന്നെ മജ്ലിസ് ഷൂറ ഖുദ്ദാമുൽ അഹമ്മദിയായുടെ അഭിപ്രായത്തിന് ശേഷം സദർ മജ്ലിസ് അൻസാറുള്ള മർക്കസിയ ആയി നിശ്ചയിച്ചപ്പോൾ മിർസ ഗുലാം മുഹമ്മദ് സാഹിബ് അപ്പോൾ നായിബ് സദറായിരുന്നു. ഞാനും അദ്ദേഹത്തെ എന്റെ ആമിലയിൽ അദ്ദേഹത്തിന്റെ ദീർഘമായ അനുഭവവും കാരണം നായിബ് സദറായി നിർദ്ദേശിച്ചു. മിർസ ഗുലാം മുഹമ്മദ് സാഹിബ് തന്റെ അറിവിലും അനുഭവത്തിലും പ്രായം കൊണ്ടും പ്രവൃത്തി കൊണ്ടും എന്നേക്കാൾ വളരെയധികം സീനിയറായിരുന്നു. എന്നാൽ അദ്ദേഹത്തെ നായിബ് സദറായി നിശ്ചയിച്ചപ്പോൾ അത്താഉൽ മുജീദ് സാഹിബ് പറയുന്നു, അദ്ദേഹം അങ്ങേയറ്റത്തെ വിനയത്തോടുകൂടി എല്ലാ ജോലികളിലും പൂർണ്ണമായും സഹകരിച്ചു. ഒരു ഘട്ടത്തിലും തന്നെ അല്പം പോലും എനിക്ക് ഈ ഒരു തോന്നലുണ്ടാക്കിയില്ല അദ്ദേഹം എന്നേക്കാൾ വളരെയധികം സീനിയറാണ്. ഒരു ഷാഹിദ് അബ്ബാസ് സാഹിബ് മലേഷ്യയിൽ നിന്നും എഴുതുന്നു, 2005 ഞാൻ ബയ്യത്ത് ചെയ്തു. മർക്കസ് സിയാറത്ത് ചെയ്യുന്നതിനു വേണ്ടി പോയി. ഓഫീസിലേക്ക് മിർസ ഗുലാം മുഹമ്മദ് സാഹിബ് വരികയായിരുന്നു. എന്റെ കൂടെ ഉണ്ടായിരുന്ന മൗലിം സാഹിബ് ദാനിയൽ സാഹിബ് പറഞ്ഞു, ഇത് കാലത്തിന്റെ ഖലീഫയുടെ വളരെ അടുത്ത ബന്ധുവാണ്, ഇദ്ദേഹത്തോട് ദുആ ചെയ്യുന്നതിനായി പറയുന്നു. ഞാൻ അദ്ദേഹത്തിന്റെ അടുത്തു ചെന്നു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ ഷിയ വിഭാഗത്തിൽ അഹ്മദിയ ജമാഅത്തിൽ പ്രവേശിച്ച ആളാണ്, എനിക്ക് വേണ്ടി താങ്കൾ ദുആ ചെയ്താലും. അദ്ദേഹം എന്നെ കെട്ടിപ്പിടിച്ചു, എന്റെ കൈ വളരെ മുറുകെ പിടിച്ചു. എന്നിട്ട് വലിയ ആവേശത്തോടുകൂടി പറഞ്ഞു, ഞാൻ താങ്കൾക്ക് ഞാൻ സ്വയം ദുആക്ക് വേണ്ടി അപേക്ഷിക്കുന്ന ആളെ കുറിച്ച് പറഞ്ഞു തരട്ടെയോ? അപ്പോൾ ഞാൻ ചോദിച്ചു, ആരാണ്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, കാലത്തിന്റെ ഖലീഫ. പറയുന്നു, കാലത്തിന്റെ ഖലീഫക്ക് ദുആക്ക് വേണ്ടി എഴുതിക്കൊണ്ടിരിക്കുക. ഈ നവാഹ്മദി പറയുന്നു, ഞാൻ അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ കാലത്തിന്റെ ഖലീഫക്ക് വേണ്ടിയുള്ള സ്നേഹവും ആവേശവും കണ്ടു. അത് വളരെയധികം മനോഹരമായിരുന്നു. ആ നിമിഷം എന്നിൽ ഒരു ചിത്രമായി രേഖപ്പെട്ട് കിടക്കുന്നു. അഞ്ചും പർവേസ് സാഹിബ് ഇവിടെ അറബി ഡെസ്കിലെ മുറബിയാണ് എഴുതുന്നു, ഒരു ദിവസം ചൌധരി മുഹമ്മദ് അലി സാഹിബ് പറഞ്ഞു, ഒരു ദിവസം രാവിലെ ശക്തമായ ചൂടിൽ സൈക്കിളിൽ മിയാ അഹമ്മദ് സാഹിബ് ഒരാളെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അയാൾ പെയിന്റ് അടിക്കുന്ന ആളായിരുന്നു. ചോദിച്ചു, ഈ ചൂടിൽ ആരെയാണ് അന്വേഷിക്കുന്നത്? അപ്പോൾ പറഞ്ഞു, ഞാൻ ഒരാൾക്ക് ഒരു ഹോമിയോ മരുന്ന് തെറ്റായി നൽകിയിരുന്നു, ഇപ്പോൾ അയാളെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അയാൾക്ക് ശരിയായ മരുന്ന് നൽകുന്നതിന് വേണ്ടി അയാളെ ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു, പക്ഷെ അയാളെ കാണാൻ സാധിക്കുന്നില്ല. അയാൾക്ക് ശരിയായ മരുന്ന് എത്തിക്കുന്നതിന് വേണ്ടി. അതുപോലെ ഒരുപാട് സ്ഥലങ്ങളിൽ ഒരുപാട് സേവനം ഇദ്ദേഹത്തിന്റെ മേൽ ഉത്തരവാദിത്വമായിട്ടുണ്ടായിരുന്നു. അതെല്ലാം തന്നെ വളരെ ഉന്നതമായ നിലയിൽ അദ്ദേഹം പൂർത്തിയാക്കുകയുണ്ടായി. ഒരുപാട് സംഭവങ്ങൾ ആളുകൾ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഓഫീസിൽ ഇദ്ദേഹത്തോടൊപ്പം ജോലി ചെയ്യുന്ന ആളുകൾ പറയുന്നു, അങ്ങേയറ്റം സ്നേഹത്തോടും കാരുണ്യത്തോടും കൂടി ജോലി ചെയ്യിപ്പിക്കുമായിരുന്നു. പ്രയാസങ്ങളുള്ള ആവശ്യക്കാരായ ആളുകൾക്ക് കഴിവിന്റെ പരമാവധി സഹായിക്കുമായിരുന്നു. അവരുടെ ബുദ്ധിമുട്ടുകൾ ദൂരീകരിക്കുമായിരുന്നു. വളരെ അധികം കാര്യങ്ങൾ ഗ്രഹിക്കുന്ന അതിന്റെ സൂക്ഷ്മതയിലെത്തുന്ന ആളായിരുന്നു. അത്തരത്തിലുള്ള ദൈവികമായ കഴിവുണ്ടായിരുന്നു. ഓരോ കാര്യത്തിന്റെയും ഗഹനതയിലെത്തുമായിരുന്നു. പെട്ടെന്ന് തന്നെ നടപടിയെടുക്കാനുള്ള ശീലവും അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഏതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞു, ഓരോ കാര്യം പെട്ടെന്ന് ചെയ്യുന്ന ശീലമായിരുന്നു. അതുപോലെ തന്നെ കുറച്ച് ആൺകുട്ടികൾ വീട്ടിൽ വന്നു. ഏതാനും ദിവസം മുമ്പുള്ളതാണ്. ഏതാനും ഉദ്യോഗസ്ഥരിൽ നിന്ന്, മർക്കസിന്റെ സുരക്ഷിതയുള്ള ഉദ്യോഗസ്ഥന്മാരിൽ നിന്ന് ചില കാര്യങ്ങൾ സംഭവിച്ചു. അവരോട് കഠിനമായി പെരുമാറി. അവർ പരാതിയുമായി വന്നതായിരുന്നു. അവർക്ക് ചിലർക്ക് പരിക്കും പറ്റിയിരുന്നു. ആദ്യം അവരോട് പറഞ്ഞു, ഹോസ്പിറ്റലിൽ പോയി കാണിച്ചു എന്ന് ചോദിച്ചു. ഇല്ല എന്ന് പറഞ്ഞപ്പോൾ, ആദ്യം ഹോസ്പിറ്റലിൽ പോയി ചികിത്സിക്കുക. ഇന്ന് ഓഫീസിൽ അവധിയാണ്. ഓഫീസ് തുറക്കുമ്പോൾ ഞാൻ മുഴുവൻ നടപടിയെടുക്കുന്നതായിരിക്കും. ആരാണോ തെറ്റുകാരുള്ളത് അവർ ആരാണെങ്കിലും അവർക്ക് ശിക്ഷ ലഭിക്കുന്നതായിരിക്കും. ഉടനെ തന്നെ അവിടെ നടപടിയും എടുക്കുകയുണ്ടായി.
അവരോട് ആദ്യം ചികിത്സിക്കാൻ വേണ്ടി പറഞ്ഞു. ചികിത്സ നടത്തി വരിക എന്ന് പറഞ്ഞു. ഇക്ബാൽ ബഷീർ സാഹിബ് എഴുതുന്നു, ഇദ്ദേഹത്തെ നാസിർ ദീവാനായി നിശ്ചയിച്ചപ്പോൾ മിയാ അഹമ്മദ് സാഹിബിന് അന്ന് ഉദ്യോഗസ്ഥർ വളരെ കുറവായിരുന്നു. 2-3 ആൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. ജോലി കൂടുതലാകുമ്പോൾ അധിക സമയവും മിയാ അഹമ്മദ് സാഹിബ് ഞങ്ങളോടൊപ്പം വന്നിരിക്കുമായിരുന്നു. എന്നിട്ട് കത്തിന്റെ ഡിസ്പാച്ചും മറ്റും സ്വയം ചെയ്യുമായിരുന്നു. റിയാസ് മഹമ്മൂദ് ബാജ്വ സാഹിബ് മുറബി റിട്ടയർഡ് പറയുന്നു, ഒരു ദിവസം ഞാൻ ഓഫീസിൽ ഇരിക്കുകയായിരുന്നു. സംസാരത്തിനിടയിൽ മിയാ സാഹിബിന്റെ വാക്കിൽ അല്പം കാഠിന്യമുണ്ടായി. പൊതുവിൽ അങ്ങനെ ഉണ്ടാകാറുണ്ട്. എനിക്കതിൽ ഒരു അത്ഭുതവും തോന്നിയില്ല. ഞാൻ വീട്ടിൽ പോയി. വൈകുന്നേരമായപ്പോൾ വീട്ടിൽ വാതിലിൽ ആരോ മുട്ടുന്നു. ഞാൻ ചെന്ന് നോക്കുമ്പോൾ മിയാ സാഹിബ് നിൽക്കുന്നു. എനിക്ക് അത്ഭുതം തോന്നി. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഇന്ന് ഓഫീസിൽ നിങ്ങളോട് സംസാരിക്കുമ്പോൾ അല്പം കൈപ്പേറി സംസാരിച്ചെന്ന് തോന്നുന്നു. അതുകൊണ്ട് താങ്കളോട് ക്ഷമ ചോദിക്കാൻ വേണ്ടി വന്നതാണ്. പറയുന്നു, എന്റെ ചിന്തയിൽ പോലും ഉണ്ടായിരുന്നില്ല. അന്നു മുതൽ ഞാൻ ഇദ്ദേഹത്തെ അംഗീകരിക്കുന്നു. ഇതേപോലൊരു സാധാരണ ഉദ്യോഗസ്ഥനും എഴുതുന്നു, എന്നെ ആദ്യം അല്പം ശകാരിച്ചു, പിന്നീട് ക്ഷമ ചോദിച്ചു. ഇതുപോലെ മറ്റൊരു സംഭവം, മറ്റൊരു സഹായിയായ ഉദ്യോഗസ്ഥൻ പറയുന്നു, ഒരു സാധാരണ ഉദ്യോഗസ്ഥൻ എന്നെ ആദ്യം ശകാരിച്ചു, പിന്നീട് മാപ്പ് പറഞ്ഞു. അതുപോലെ തന്നെ മറ്റൊരു സംഭവം, ഒരാൾ എഴുതുന്നു, എന്നിൽ നിന്ന് അല്പം തെറ്റ് സംഭവിച്ചു. എന്നെ അദ്ദേഹം താക്കീത് ചെയ്തു. ഞാൻ വീട്ടിലിരുന്ന് ഇസ്തിഗ്ഫാർ ചെയ്യുകയായിരുന്നു. അപ്പോൾ വാതിലിൽ മുട്ടൽ കേട്ടു. ഞാൻ പുറത്തു ചെന്നപ്പോൾ മിയാ അഹമ്മദ് സാഹിബ് നിൽക്കുകയായിരുന്നു. ഞാൻ കുറച്ച് കഠിനമായ വാക്കുകൾ താങ്കളോട് പറഞ്ഞു, അതിൽ മാപ്പ് ചോദിക്കുകയാണ്. എന്നിട്ട് കാറിലിരുന്ന് തിരിച്ചു പോരുകയുണ്ടായി. മുബഷിർ അയാസ് സാഹിബ് പറയുന്നു, ഞാൻ ഖാലിദ് മാസികയുടെ എഡിറ്ററായിരുന്നു. മഹമ്മൂദ് ബംഗാലി സാഹിബ് ഓസ്ട്രേലിയയിൽ നിന്ന് വന്നിരുന്നു. അദ്ദേഹം ഒരു സംഭവം പറയുകയുണ്ടായി. മിയാ അഹമ്മദ് സാഹിബ് സദറായിരുന്നപ്പോൾ അദ്ദേഹം നാസിമാല തർബിയത്തി ക്ലാസ് ആയിരുന്നു. ക്ലാസ് അവസാനിച്ചപ്പോൾ അദ്ദേഹം സമർപ്പിച്ച ബജറ്റിൽ കുറച്ച് അണ കൂടുതലായിരുന്നു. കുറച്ച് അണ എന്ന് പറഞ്ഞാൽ കുറച്ച് പൈസ. സദർ സാഹിബിന്റെ ഭാഗത്ത് നിന്ന് ബില്ല് തിരിച്ചയച്ചു. ബില്ല് പാസ്സല്ല എന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് പോയി, ഇത് എത്ര കൂടുതലാണ്, ഏതാനും അണ മാത്രമാണല്ലോ കൂടുതലുള്ളത്, താങ്കൾ നൽകുന്നില്ല എങ്കിൽ ഞാൻ എന്റെ പോക്കറ്റിൽ നിന്ന് നൽകാം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, പോക്കറ്റിൽ നിന്ന് ചിലവഴിക്കുന്ന കാര്യമല്ല, യഥാർത്ഥ കാര്യം ഇതാണ്. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ ആഗ്രഹിക്കുന്ന ഇതാണ്, ജമാഅത്തിന്റെ ധനം ചിലവഴിക്കുന്നതിൽ സൂക്ഷ്മത പാലിക്കേണ്ടതാണ്. ജമാഅത്തിന്റെ നിയമങ്ങൾ പാലിക്കേണ്ടതാണ്. ഒരു വ്യവസ്ഥിതി ഉണ്ടെങ്കിൽ ആവശ്യം കൂടുതലാണെങ്കിൽ ആദ്യം അംഗീകാരം വാങ്ങി ചിലവ് ചെയ്യേണ്ടതാണ്. പറയുന്നു, ബംഗാലി സാഹിബ് പറയുമായിരുന്നു, ഈ കാര്യം എന്റെ ബാക്കിയുള്ള ജീവിതത്തിൽ വളരെയധികം പ്രയോജനകരമായി തീർന്നു. പറയുന്നു, ഖിലാഫത്തുമായി ഇദ്ദേഹത്തിന് വലിയ ബന്ധമായിരുന്നു. ഒരിക്കൽ ഇഫ്ത കമ്മിറ്റിയിൽ സക്കാത്തുമായി സംബന്ധിച്ച് ഉള്ള ചർച്ച നടക്കുകയായിരുന്നു. ഇഫ്ത ഒരു റിപ്പോർട്ട് തയ്യാറാക്കി കുതിരകളുടെ സക്കാത്തുമായി ബന്ധപ്പെട്ട്. അത് ഇല്ല എന്നതായിരുന്നു. ഞാൻ അതിനെ റദ്ദ് ചെയ്യുകയുണ്ടായി. ഇത് വീണ്ടും പരിശോധിക്കാൻ വേണ്ടി പറഞ്ഞു. ഇതിനെക്കുറിച്ച് ഇജ്തിഹാദ് നടത്തേണ്ട ആവശ്യമുണ്ട്. ഒരുപാട് കമ്മിറ്റികളുണ്ടായി. പണ്ഡിതന്മാരുടെ ചർച്ചകൾ നടക്കുമായിരുന്നു. അവസാനം സദർ സാഹിബ് ഇദ്ദേഹത്തെ സദറാക്കുകയുണ്ടായി. അദ്ദേഹം വളരെയധികം തയ്യാറെടുപ്പോടുകൂടി വന്നിരുന്നത് ഞാൻ പറഞ്ഞതിന് എതിരായി ചെയ്യുന്നതിനു വേണ്ടി. പിന്നീട് അദ്ദേഹം മുബഷിർ അയാസ് സാഹിബ് പറഞ്ഞു, വളരെ പ്രൗഢിയോടുകൂടി അദ്ദേഹം പറയുകയുണ്ടായി, ഉസൂർ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്, പിന്നെ നമ്മൾ എന്തിനാണ് ചിന്തിക്കുന്നത്? എല്ലാ തെളിവുകളെയും റദ്ദാക്കുകയും ആരാണ് വലിയ പണ്ഡിതൻ എന്ന കാര്യമൊന്നും നോക്കിയില്ല. അഹമ്മദിയ ചരിത്രത്തെക്കുറിച്ചും ജമാഅത്തി റിവായത്തുകളെക്കുറിച്ചും അതിന്റെ എൻസൈക്ലോപീഡിയ ആയിരുന്നു അദ്ദേഹം.
ഞാൻ ഹദ്റത്ത് മസീഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവചരിത്രം എഴുതുകയാണ്. അവിടെ എന്തെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ അദ്ദേഹത്തിലേക്ക് തിരിയുമായിരുന്നു. വളരെ ആധികാരികമായ തെളിവുകൾ അദ്ദേഹം അതിനെക്കുറിച്ച് നൽകുമായിരുന്നു. ഇതുപോലെ തന്നെ കാദിയാനിലെ വിശുദ്ധ സ്ഥാനങ്ങളെ കുറിച്ചുള്ള അറിവും ഇദ്ദേഹത്തിന് വളരെ അധികമായിരുന്നു. അഥവാ ആരെങ്കിലും കാദിയാനിലെ സ്ഥലങ്ങൾ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തരിക എന്ന് പറയുമ്പോൾ അദ്ദേഹം വളരെ സന്തോഷത്തോടുകൂടി അത് പരിചയപ്പെടുത്തി നൽകുമായിരുന്നു. ഒരിക്കൽ അദ്ദേഹം രോഗിയായിരുന്നു, കാലുകളിൽ നീര് വന്നിരുന്നു. എന്നാൽ ആർക്കും ഈ ഒരു തോന്നലുണ്ടാക്കിയില്ല. എല്ലാവരെയും കൊണ്ട് കറങ്ങി പിന്നീട് കോണി കയറുമ്പോൾ ഞങ്ങൾക്ക് തോന്നിയത് അദ്ദേഹത്തിന് കാലിന് പ്രയാസമുണ്ടെന്ന്. അപ്പോൾ ഞങ്ങൾക്ക് വളരെയധികം ലജ്ജ തോന്നുകയുണ്ടായി. അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ജമാഅത്തിന്റെ സേവനത്തിനായി എവിടെ അയച്ചാലും വഴിയിൽ എന്ത് പ്രയാസമാണ് എന്ന് നോക്കിയില്ല. ഒരിക്കൽ ഏതോ ഒരു ജമാഅത്തി കാര്യത്തിൽ 2 വിഭാഗങ്ങൾ തമ്മിൽ കലഹമുണ്ടായിരുന്നു. അത് പരിഹരിക്കാൻ വേണ്ടി ഇവരെ അയച്ചു. വഴി വളരെ പ്രയാസകരമായിരുന്നു. കാർ മുന്നോട്ട് പോകുമായിരുന്നില്ല. ട്രാക്ടറിലും ട്രോളിയിലും മിർസ ഖുർഷിദ് അഹമ്മദ് സാഹിബും മിർസ അഹമ്മദ് സാഹിബും മിർസ ഗുലാം അഹമ്മദ് സാഹിബും രണ്ടുപേരും ഇരിക്കുകയും മുറബിമാരോടൊപ്പം ഇരുന്നു പോയി. ഒരു സ്ഥലത്ത് വഴിപ്രകാരമായി അവിടുന്ന് ട്രാലി പോലും പോകുമായിരുന്നില്ല. അവിടെ നിന്ന് ഇറങ്ങി നടന്നു. പിന്നീട് ആ സ്ഥലത്ത് എത്തി, ആ ഗ്രാമത്തിലെത്തി. അവിടെ എല്ലാവരെയും പള്ളിയിൽ വിളിച്ച് തീരുമാനം കേൾപ്പിച്ചു. അവർ അഹമ്മദികളായിരുന്നു. ആളുകൾക്കും തോന്നി ഇവർ ഇത്ര ദൂരത്ത് നിന്ന് ഇത്ര പ്രയാസപ്പെട്ട് യാത്ര ചെയ്തു വന്നിരിക്കുന്നു. അതുകൊണ്ട് വർഷങ്ങളായുള്ള അവരുടെ പ്രശ്നം അത് പരിഹരിക്കപ്പെട്ടു. ഇദ്ദേഹത്തിന്റെ ത്യാഗത്തിന്റെയും ദുആയുടെയും ഫലമായി ഒരുപാട് സംഭവങ്ങളുണ്ട്. കുറച്ച് ഒരുപോലുള്ളതാണ്, ചിലത് പുതിയതാണ്. എല്ലാം വിവരിക്കുക പ്രയാസകരമാണ്. ഉദ്യോഗസ്ഥരോട് വളരെയധികം സ്നേഹത്തോടു കൂടി പെരുമാറുമായിരുന്നു. ചെറിയ ചെറിയ ആവശ്യങ്ങൾ പോലും പരിഗണിക്കുമായിരുന്നു. നായിബ് നസർ താലീം എഴുതുന്നു, ആരുടെയെങ്കിലും വസീഫ അതിന്റെ അംഗീകാരം വരാതിരുന്നാൽ, ചില കാരണങ്ങൾ കൊണ്ട് കാലത്തിന്റെ ഖലീഫത്തിന് വരാതിരുന്നാൽ അദ്ദേഹം പറയുമായിരുന്നു, വസീഫയുടെ അംഗീകാരമോ അല്ലെങ്കിൽ സന്തോഷമുള്ള വാർത്തയോ നൽകുക. അനിഷ്ടമോ അംഗീകാരമില്ലായ്മയോ ആണ് എങ്കിൽ നാം നമ്മുടെ ഭാഗത്ത് നൽകുന്നതാണ്. ജഫർ ഇല്യാസ് സാഹിബ് മുറബി എഴുതുന്നു, അദ്ദേഹം സംഭവം കേൾപ്പിക്കുകയാണ്. കാലിൽ പൊട്ടിയത് അദ്ദേഹം കൂടെ ഉണ്ടായിരുന്നു. ഏതായിരുന്നാലും അദ്ദേഹം അതിനെ വിലവെച്ചില്ല. സലീം സാഹിബും എഴുതുന്നു, ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് സാലിസിന്റെ പ്രൈവറ്റ് സെക്രട്ടറി അപ്പോൾ കൂടുതൽ തപാൽ വരുമ്പോൾ പറയുമായിരുന്നു, മുഴുവൻ സ്റ്റാഫിന്റെയും തപാൽ ഒരുമിച്ച് കൂട്ടുക, എന്നിട്ട് എല്ലാവർക്കും വിതരണം ചെയ്യുക. എന്നിട്ട് കുറച്ച് തന്റെ ഭാഗത്തും എടുക്കുമായിരുന്നു. പ്രൈവറ്റ് സെക്രട്ടറി എന്ന നിലയിൽ കൂടുതൽ തപാൽ സ്വന്തം ഭാഗത്ത് എടുക്കുകയും എന്നിട്ട് എത്രയും പെട്ടെന്ന് തന്നെ അത് പൂർത്തിയാക്കുകയും ചെയ്യുമായിരുന്നു. കത്തെഴുതുന്നതിൽ പ്രത്യേകമായ കഴിവുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ എഴുത്തും വളരെ നല്ലതായിരുന്നു. ഡ്രാഫ്റ്റിംഗ് ഞാൻ പറഞ്ഞതുപോലെ വളരെ നല്ലതായിരുന്നു. വക്കാലത്തെ മാൽ സാനിയുടെ ഒരു ഉദ്യോഗസ്ഥൻ എഴുതുന്നു, തെഹ്രീക്ക് ജദീദിന്റെ ചരിത്രം ഞങ്ങൾ എഴുതുകയായിരുന്നു. മാലി കുർബാനിയക്ക് താറുഫ് എന്നാണ്. അതിൽ ഒരുപാട് തെറ്റുകൾ പുറത്തു വന്നു. അവസാനം ഫൈനൽ ഡ്രാഫ്റ്റിംഗ് നടത്തി വക്കീലുൽ മാലിന് ഏൽപ്പിച്ചു. അദ്ദേഹം പറഞ്ഞു, മിയ അഹമ്മദിന് കാണിച്ചു കൊടുത്തു വരിക. പറയുന്നു, ഇത്രയധികം ജോലി ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, മിയ അഹമ്മദിന് നൽകാം. ഏകദേശം 150-160 പേജുണ്ട്.
2-3-4 ദിവസം എന്തായാലും എടുക്കും. അടുത്ത ദിവസം ഓഫീസിൽ വന്നപ്പോൾ ഒരു കവർ ഉണ്ടായിരുന്നു. അത് മുഴുവൻ പരിശോധിച്ചിരുന്നു, തെറ്റുകളെല്ലാം തിരുത്തിയിരുന്നു. രാത്രിയിൽ ഇരുന്ന് തന്നെ മുഴുവൻ പരിശോധിച്ചു. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ ജോലി ചെയ്യുന്നതിന്റെ എഫിഷ്യൻസി. സദർ മജ്ലിസ് കാർപർദാസ് ആയിരുന്നു. അവിടെയും വളരെ ഗഹനമായ നിലയിൽ പരിശോധന നടത്തുമായിരുന്നു. പിന്നീട് ഇദ്ദേഹം നാസിർ ഇസ്ലാം ഷാ മക്കാമി ആയിരുന്നപ്പോൾ പറയുന്നു, ഒരിക്കൽ എന്നോട് പറഞ്ഞു, ഇവിടെ മുറബിമാരുടെ ഫാമിലി താമസിക്കുന്നുണ്ട്, അവരുടെ ലിസ്റ്റ് തയ്യാറാക്കുക. ആ ലിസ്റ്റ് നൽകിയപ്പോൾ തന്റെ ഭാര്യയോടൊപ്പം ഓരോരുത്തരുടെയും വീട്ടിൽ പോയി, നിങ്ങളുടെ ഭർത്താക്കന്മാർ പ്രവർത്തന മേഖലയിലാണ്, അതുകൊണ്ട് എന്തെങ്കിലും പ്രയാസമോ ബുദ്ധിമുട്ടോ ഉണ്ടെങ്കിൽ അവരെ പ്രയാസപ്പെടുത്തരുത്, എന്നോട് പറയുക. ഫരീദുർ റഹ്മാൻ സാഹിബിയുടെ വക്കാലത്ത് അമീലു തൻഫീസിന്റെ ഉദ്യോഗസ്ഥനാണ് പറയുന്നു, ചൗധരി മുഹമ്മദ് അലി സാഹിബിന്റെ പുസ്തകത്തിന്റെ കമ്പോസിംഗ് ഞാൻ നടത്തി. അതിന്റെ ഫൈനൽ കോപ്പി ഇദ്ദേഹത്തിന്റെ അടുത്ത് അയച്ചു. അവിടെ ഞാൻ കുറച്ച് സമയത്തിന് ശേഷം നിന്നു. എന്നിട്ട് ചോദിച്ചു, അദ്ദേഹം എന്നോട് ചോദിച്ചു, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പറഞ്ഞു, എന്റെ മാതാവിന്റെ ഓപ്പറേഷനാണ്. ഞാൻ ഇത്രയേ പറഞ്ഞിരുന്നുള്ളൂ. അദ്ദേഹം ചോദിച്ചു, എത്ര രൂപയാണ് വേണ്ടത്? അദ്ദേഹം ഡ്രാഫ്റ്റിൽ നിന്ന് ചെക്ക് ബുക്ക് എടുത്തു. ഞാൻ പറഞ്ഞു, 7000 രൂപയുടെ ആവശ്യമുണ്ട്, എന്റെ ബില്ല് വരുമ്പോൾ അതിൽ നിന്ന് കുറച്ചുകൊള്ളുക. അപ്പോൾ അദ്ദേഹം തന്റെ പേഴ്സണൽ അക്കൗണ്ടിൽ നിന്ന് ഒരു ചെക്ക് എനിക്ക് നൽകി. ദുആയും ചെയ്യുന്നതായിരിക്കും. ബില്ല് വരി, എന്നാൽ അത് കുറക്കാതിരിക്കുക ചെയ്യട്ടെ, ഇത് കൊണ്ടുപോവുക, ഇനിയും ആവശ്യമുണ്ടെങ്കിൽ എന്റെ അടുത്ത് വരിക എന്ന് പറഞ്ഞു. ഇതേപോലെ ഹാഫിസ് സാഹിബ് എഴുതിയിട്ടുണ്ട്, ഖിലാഫത്തുമായി പ്രത്യേകമായൊരു ബന്ധമുണ്ടായിരുന്നു. അതെല്ലാ അവസരങ്ങളിലും പ്രകടമാകുമായിരുന്നു. അഞ്ജുമനിൽ ഇദ്ദേഹത്തെ നാസിറായാലാക്കിയപ്പോൾ അഞ്ജുമന്റെ ഇജ്ലാസിൽ ഇദ്ദേഹം ആദ്യമായി സംസാരിച്ച കാര്യം ഇതായിരുന്നു, നാസിർമാരുടെ മുന്നിൽ എനിക്ക് സഹകരിക്കണം എന്ന് പറയേണ്ട ആവശ്യമില്ല, കാരണം നിങ്ങളെല്ലാവരും തന്നെ ജമാഅത്തിന്റെ സേവകര് സഹകരിക്കുന്നതായിരിക്കും, കാരണം ഖലീഫത്തുൽ മസീഹാണ് എന്നെ നിശ്ചയിച്ചിരിക്കുന്നത്. എന്നാൽ നിങ്ങളുടെ ദുആയുടെ വളരെ വലിയ ആവശ്യം എനിക്കുണ്ട്, കാരണം ചില മഹാത്മാക്കളുടെ ചുവടുകളിൽ സ്ഥലം ലഭിക്കുക എന്നത് വലിയ പ്രയാസകരമായ കാര്യമാണ്. അതുപോലെ തന്നെ നസാറത്തെ ദീവാനിൽ ഇദ്ദേഹത്തെ നാസിറായാലാക്കിയപ്പോൾ ഒരു കാർക്കുൻ എഴുതുന്നു, ഒരു ഉദ്യോഗസ്ഥൻ എഴുതുന്നു, ഞങ്ങൾ ഓഫീസിൽ പോകുന്നതിന് മുമ്പ് ഓഫീസിൽ ഞങ്ങളെ കാണുന്നതിനായി വന്നു, നിങ്ങളിൽ നിന്ന് വിട പറയാൻ വേണ്ടി വന്നതാണ്. ഇത് കേട്ടുകൊണ്ട് ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു, മിയാ സാഹിബ്, ഒന്നുകിൽ ഇവിടെ നിൽക്കെ ഞങ്ങളെയും കൊണ്ടുപോകുക. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് എങ്ങനെ നിങ്ങളെ കൊണ്ടുപോകാൻ സാധിക്കും? ഞാൻ സ്വയം ഖലീഫത്തുൽ മസീഹിന്റെ കൽപ്പന അനുസരിച്ച് പോവുകയാണ്. പിന്നീട് അവിടെ നിന്ന് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം അള്ളാഹുവിന്റെ അടുത്തേക്ക് പോവുകയുണ്ടായി. അള്ളാഹു ഇദ്ദേഹത്തോട് കാരുണ്യം ചൊരിയുമാറാകട്ടെ. ഇദ്ദേഹം പോയ സ്ഥലം, അവിടെ എല്ലാവരും തന്നെ അവരുടെ ഊഴം അനുസരിച്ച് പോകേണ്ടതാണ്. എന്നാൽ സൗഭാഗ്യവാന്മാരാണ് അവർ, ആരാണോ അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി തന്റെ ജീവിതം കഴിച്ചുകൂട്ടുന്നതിന് വേണ്ടി പരിശ്രമിക്കുന്നത്. അള്ളാഹു ഇദ്ദേഹത്തിന്റെ സ്ഥാനം ഉയർത്തുമാറാകട്ടെ. ഇദ്ദേഹത്തിന്റെ മക്കൾക്കും ഇദ്ദേഹത്തിന്റെ നന്മയിൽ നിലനിൽക്കുവാനും അത് ചെയ്യുവാനുള്ള സൗഭാഗ്യം നൽകുമാറാകട്ടെ. എല്ലാ വഖഫെ സിന്ദഗികൾക്കും ഭാരവാഹികൾക്കും അവരും ഏതുപോലെയാണോ ഇദ്ദേഹം ആത്മാർത്ഥതയോടുകൂടി തന്റെ വഖഫിനെ പൂർത്തിയാക്കിയത്, തന്നെ ഏൽപ്പിച്ച സേവനങ്ങൾ ചെയ്തത്, അള്ളാഹു വഖഫ് പൂർത്തിയാക്കാനുള്ള ശ്രമവും സൗഭാഗ്യം അവർക്കും നൽകുമാറാകട്ടെ. അള്ളാഹു ജമാഅത്തിന് തുടർന്നും നന്മ നിറഞ്ഞ സാലിഹീങ്ങളായ ആത്മാർത്ഥതയോടും കൂറോടും കൂടി പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരെ നൽകുമാറാകട്ടെ. രണ്ടാമത്തെ ജനാസ
നമസ്കരിപ്പിക്കേണ്ടത് ബഹുമാനപ്പെട്ട ഡിപ്പാനു ഫർക്കൂസ് സാഹിബയുടേതാണ്. ഇവർ ജനുവരി 26 47-ാമത്തെ വയസ്സിൽ വഫാത്തായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഹൈ ബ്ലഡ് പ്രഷറും ആമാശയത്തിൽ ഇൻഫെക്ഷനും കാരണം ആണ് ഇവരുടെ മരണം സംഭവിച്ചത്. ഓപ്പറേഷൻ നടന്നു, എന്നാൽ ഒരാഴ്ചയ്ക്ക് ശേഷം മരണം സംഭവിച്ചു. ഇവർ ഒരു നീണ്ടകാലം രോഗം കണ്ടു. കാരണം 15-ാമത്തെ വയസ്സിൽ ഇവരുടെ 2 വൃക്കകളും പ്രവർത്തിക്കുന്ന നിലച്ചിരുന്നു. എന്നിരുന്നാലും അവർ അഹമ്മദിയായ കാലം മുതൽ നമസ്കാരം കൃത്യസമയത്ത് അനുഷ്ഠിക്കുമായിരുന്നു. തഹജ്ജുദിന്റെ കാര്യം ശ്രദ്ധിക്കുമായിരുന്നു. വിശുദ്ധ ഖുർആൻ പാരായണം നടത്തുമായിരുന്നു. ഇവർ ക്രിസ്തുമതത്തിൽ നിന്ന് അഹമ്മദിയായ ആളായിരുന്നു. 2004 ഇവർ ഇസ്ലാം സ്വീകരിച്ചു. അതിനുശേഷം നമസ്കാരത്തിലും തിലാവത്തിലും തഹജ്ജുദിലും സ്ഥിരത കൈവരിച്ചു. അവർക്ക് ഈ കാര്യത്തെക്കുറിച്ചുള്ള ചിന്ത ഉണ്ടായിരുന്നു. മുസ്ലിങ്ങളുടെ അവസ്ഥയിൽ ഇപ്പോൾ ശോചനീയ അവസ്ഥയുണ്ട്. ഇവർ ആദ്യം ഇസ്ലാം സ്വീകരിച്ചിരുന്നു അഹമ്മദിയത്തിനു മുമ്പ്. പിന്നീട് അഹമ്മദി മുസ്ലിം ആയിത്തീർന്നു. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാന കാലത്തെക്കുറിച്ചുള്ള പ്രവചനത്തിന്റെ അടിസ്ഥാനത്തിൽ യാഥാർത്ഥ്യത്തെ അന്വേഷിക്കാൻ തുടങ്ങി. പിന്നീട് അതിനുശേഷം അഹമ്മദിയത്തിൽ പ്രവേശിച്ചു. ഇവർ പറയുന്നു, ഇവർ തന്നെ സ്വയം മരണത്തിലേക്ക് പോകുന്നതായി അനുഭവിക്കുകയായിരുന്നു. ഏതുവരെ എന്നാൽ ഇവർ ഇസ്ലാം സ്വീകരിക്കുമ്പോൾ ഏകദേശം മരണത്തിന്റെ മടിത്തട്ടിലായിരുന്നു. ഇവരുടെ മുസ്ലിമായ ഡോക്ടർ പറയുമായിരുന്നു, ഇവർ എന്നു മുതലാണോ അള്ളാഹുമായി കണ്ടുമുട്ടിയത്, ഇവരുടെ ഹൃദയം പുതിയ ശ്വാസം ശ്വസിക്കാൻ തുടങ്ങി. അഹമ്മദിയത്ത് സ്വീകരിക്കുന്നതിന് മുമ്പ് ഇവർക്ക് ഹെപ്പറ്റൈറ്റിസ് സിയും ഉണ്ടായിരുന്നു. എന്നാൽ ബൈഅത്ത് ചെയ്തതിനു ശേഷം ഇവർക്ക് അള്ളാഹു അത്ഭുതകരമായ ഷിഫ നൽകി. തന്റെ ഈ അത്ഭുതകരമായ ഷിഫയെക്കുറിച്ച് തന്റെ കുടുംബാംഗങ്ങളോടും പറയുമായിരുന്നു. ഇവർ 2 തവണ ഞാനുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. വളരെ വലിയ ആത്മാർത്ഥതയുടെയും കൂറിന്റെയും പ്രകടനം എപ്പോഴും വ്യക്തമാക്കുമായിരുന്നു. അമീർ സാഹിബ് പറയുന്നു, ഞാൻ ഏതാനും മാസം മുമ്പ് ഇവരെ കാണാനായി പോയി. അപ്പോൾ അവിടെ ഭക്ഷണം തയ്യാറാക്കിയിരുന്നു. ഞാൻ പറഞ്ഞു, ഇതിന്റെ ആവശ്യം എന്തായിരുന്നു? അപ്പോൾ അവർ പറഞ്ഞു, താങ്കൾ ആദ്യമായി എന്റെ വീട്ടിൽ വന്നതാണ്. കാലത്തിന്റെ ഖലീഫയുടെ പ്രതിനിധി എന്ന നിലക്കാണ് വന്നിരിക്കുന്നത്. അവരുടെ വീട്ടിൽ എപ്പോഴും MTA കാണാമായിരുന്നു. അള്ളാഹു ഇവരുടെ സ്ഥാനമുയർത്തുമാറാകട്ടെ, മഗ്ഫിറത്തോടും കാരുണ്യത്തോടും കൂടി പെരുമാറട്ടെ. ഇവരുടെ ആഗ്രഹം ഇവരുടെ കുടുംബവും അഹമ്മദി മുസ്ലിം الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر